ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. പ്രിയ സഹോദരങ്ങളെ, നേരത്തെ ലൈവ് കട്ടായി പോയി. അത് നെറ്റ് എങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒന്നുകൂടി ഞാനത് ആവർത്തിക്കാം. ആ ലൈവില് ഇന്നത്തെ സമൂഹത്തില് ഞാൻ പലപ്പോഴായിട്ടും ഈ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മറവിൽ ക്രിസ്ത്യാനിയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അനീതിക്കും അക്രമത്തിനും എതിരെയാണ് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നും റീന അങ്ങനെ തന്നെയാണ്, ഇന്നും റീന അങ്ങനെ തന്നെയാണ്. എൻ്റെ പേജ് തുടങ്ങിയത് പോലും ഈ കള്ളന്മാർക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കള്ളന്മാർക്കെതിരെ ചാട്ടവാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേജ് തുടങ്ങിയത് പോലും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പഠിപ്പിക്കലുകൾ പലർക്കും നീരസം തോന്നിയിട്ടുണ്ട്. പല കള്ളക്കച്ചവടം ചെയ്യുന്ന കള്ളന്മാർക്കും ഇത് അരോചകമായി തീർന്നിട്ടുണ്ട് എന്ന് വേണം പറയുവാനായിട്ട്. പക്ഷേ ഞാൻ അന്നും ഇന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിന്റെ പേരിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന വൃത്തികെട്ട ക്രിസ്ത്യാനി സമൂഹത്തെ പൊളിച്ചടക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ യുദ്ധം കയറി വരുന്നത്. ഇസ്രായേലിന്റെ യുദ്ധം കയറി വരുന്ന സമയത്ത് സാത്താനിക മതത്തിന്റെ ഗുണഗണങ്ങളും കൂടി എന്ത് ചെയ്യേണ്ടി വന്നു, സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തെക്കുറിച്ചും ഞാൻ പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പ്രത്യേകമായും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളോടാണ്. എൻ്റെ കേൾക്കുന്ന ഏതെങ്കിലും ഹിന്ദുക്കളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സംഘപരിവാർ സംഘടനയ്ക്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരൊന്ന് കേൾക്കട്ടെ ഞാൻ പറയുന്നത്, അവരുടെയെങ്കിലും തലച്ചോറൊന്ന് ഉണരട്ടെ. ഇനി നാട്ടിനകത്ത് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സമ്പ്രദായം ഇനി നാട്ടിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതിന് ഈ സംഘപരിവാർ എന്തെങ്കിലും തരത്തിൽ മുൻകൈകൾ എടുക്കണം. മനസ്സിലായോ? നിങ്ങൾ കേൾക്കുന്ന ഹിന്ദുക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഈ സംഘപരിവാർ സംഘടനയ്ക്ക്, എനിക്ക് ഒരു BJP പ്രവർത്തനവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ആരോട് സംസാരിച്ചിട്ടുമില്ല, എനിക്കൊരു സംഘപരിവാറിനെയും അറിയത്തില്ല, ഒന്നിനെയും അറിയത്തില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ എല്ലാ പൗരനും തുല്യമായ അവകാശത്തോടും ആനുകൂല്യത്തോടും ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പണം കൊള്ളയടിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് മതപരിവർത്തനം എന്ന് പറയുന്ന വൃത്തികെട്ട സമ്പ്രദായം ഇന്ത്യയിൽ നിന്നും എടുത്തു മാറ്റണം. അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെ എവിടെ കണ്ടാലും കൈയും കാലും തല്ലിയടിച്ചേക്കണം. ഇവന്മാർ വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്ന് എവിടെയെങ്കിലും സുവിശേഷം എന്നുള്ള പേരിൽ ഏതെങ്കിലും വീട്ടിൽ കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഹിന്ദുവിന്റെ വീട്ടിൽ കയറി കണ്ടു കഴിഞ്ഞാൽ കൈയും കാലും തല്ലിയൊടിച്ച് വിട്ടേക്കണം. വേറെ ഒന്നും നിങ്ങൾ കൂടുതൽ ചെയ്യാൻ പോകരുത്. കാരണം ഇവനൊന്നും പറഞ്ഞിട്ടും ഇവനൊന്നും നന്നാകത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. മനസ്സിലായോ? ഇവന്മാരോടൊന്നും പറഞ്ഞിട്ടും ഇവന്മാർ നന്നാകത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഈ വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്ന് ഈ ഹിന്ദുക്കളെ മുഴുവനെയും ഇവന്മാർ മതപരിവർത്തനം നടത്തി ഇവന്മാരുടെ സഭയ്ക്കകത്ത് കൊണ്ടിരുത്തിയിട്ട് ഇവന്മാർ എന്ത് പരിപാടിയാണ് ചെയ്തത്? എന്താണ് ചെയ്തത്? ഇവന്മാർ പാവപ്പെട്ട ഹിന്ദുക്കളുടെ അടുത്തേ ഈ പരിപാടിയൊക്കെ നടത്തത്തുള്ളൂ ഈ പെന്തക്കോസുകാര്. അല്ലാതെ വല്ല മുസ്ലിമിന്റെ അടുത്തും പോകുമോ? എടാ, കർത്താവ് അപ്പൊ എന്നോട് പറയും, ധ്രുവീനോ ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു. കർത്താവ് പറഞ്ഞു ലോകം മുഴുവനും പോയി നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനെന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹാരാധനയിൽ മുഴുകിക്കിടക്കുന്ന, എടാ നിന്നെയൊക്കെക്കാളും എത്രയോ ബെറ്ററാണ് ആ വിഗ്രഹാരാധികൾ എന്ന് പറയുന്ന അവര്. എടാ, നീയൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, സത്യദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞ് നെഗളിച്ച് നടക്കുന്ന നീയൊക്കെ ദൈവത്തെ മറന്ന് അനീതിയിലും അക്രമത്തിലും നീയൊക്കെ പണമെന്ന് പറയുന്ന മാമോനെ ദിവ്യാഗ്രഹത്തെ വ്യാമോഹിച്ചിട്ട് അതിൽ ജീവിക്കുന്ന നിന്നെയൊക്കെക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നവര്. അവരുടെയൊക്കെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മുക്കിലും മൂലയിലും ഈ പെന്തക്കോസ് സഭകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഹെഡ്ലൈൻ വെച്ചിരിക്കുകയാണ്. രോഗസൗഖ്യവും അത്ഭുത രോഗസൗഖ്യവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും എന്ന് പറഞ്ഞിട്ട് ഇതിനെയെല്ലാം ഇന്ത്യ സർക്കാർ എന്ത് ചെയ്യണം? നിരോധിക്കണം. ഇങ്ങനെ ബോർഡ് വെച്ച് ജനങ്ങളെ വിളിച്ച് ഇവന്മാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി, ഇത് ഹിന്ദുക്കളുടെ പണമാണ് മുഴുവനും ഇവന്മാരെടുത്ത് വെച്ച് സൗധങ്ങൾ പണിത് വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം നിരോധിക്കപ്പെടണം. വഞ്ചനയും അക്രമവും അനീതിയും അന്യന്റെ മുതലിനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരുത്തിനെ വീട്ടിൽ കയറി പിടിച്ചു പറിക്കുന്നത് മാത്രമല്ല പിടിച്ചു പറയുന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെയോ അവനെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് എന്തുവാ? ദുഷ്ടത തന്നെയാണ്, അനീതി തന്നെയാണ്, അക്രമം തന്നെയാണ്.
അന്യൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമയ്ക്കകത്ത് റെയിൽ സ്റ്റേഷനിലുള്ള ഈ അന്യൻ എന്ന് പറയുന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് എഴുന്നേറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷനിൽ നടത്തുന്ന കൊള്ള 5 പൈസ വെച്ചാണ് അടിച്ചു മാറ്റുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴാണ്, 5 പൈസ വെച്ച് 5 കോടി ജനങ്ങളിൽ നിന്നും അടിച്ചു മാറ്റിയാൽ അപ്പൊ എത്ര കോടിയായെന്നാണ് ചോദിക്കുന്നത്. സത്യമല്ലേ ആ ചോദ്യം? 5 പൈസ വെച്ച് 5 കോടി ജനങ്ങളിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യമല്ലേ പ്രിയ സഹോദരങ്ങൾ? എത്ര കോടിയുമാർ അടിച്ചു മാറ്റുന്നു? ഇതുപോലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു കൂട്ടം വൃത്തികെട്ടവന്മാർ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ അവിടങ്ങളിലും ഇവിടങ്ങളും, അത് പെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹം, വേറെ ആരെയും അല്ല ഞാൻ പറയുന്നത്, പെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹം, ഇവന്മാരുടെ സഭയിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്, സഭ വളർത്താൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ വീടുകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ സംഘപരിവാർ അടി കൊടുക്കുന്നതിന് എന്ത് വല്ല കുഴപ്പമുണ്ടോ? എടാ, നീയൊക്കെ അവന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ പാവത്തുങ്ങളെ രക്ഷിക്കാനോ അവർക്ക് വീട് വെച്ച് കൊടുക്കാനോ അവർക്ക് വിദ്യാഭ്യാസം നടത്തി കൊടുക്കാനോ അവരുടെ ഇല്ലായ്മയിൽ അവരെ സഹായിക്കാനോ ഒക്കെ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ നീയൊക്കെ പിടിച്ചോണ്ട് വരുന്നത് എന്തുകൊണ്ടാ? ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക, നിങ്ങളിൽ ഒരുവൻ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങൾ അവരോട് പോയിട്ട് നീ സമാധാനത്തോടെ തിന്ന്, നീ സമാധാനത്തോടെ വിശപ്പടക്കുകയും തീ കായുകയും ചെയ്തു കൊള്ളുക എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവന് കൊടുക്കാതിരുന്നാൽ ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് വല്ല മനസ്സിലായോ? കത്തിയില്ല അല്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് കർത്താവ് ഒരു മിനിറ്റ്, റീനയ്ക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. ഇനി റീനയുടെ ലൈവ് ഞാൻ കാണും. ആഷ്ലി ജേസുദാസ്, റീനയ്ക്ക് ഇപ്പോഴാണോ ബോധം വന്നതെന്നോ? എന്റെ പൊന്നു സഹോദര, ഏത് കാലം തൊട്ട് ഞാൻ തുടങ്ങിയതാണെന്ന് സഹോദരൻ അറിയാത്തോണ്ടാ. അതുകൊണ്ട് എന്റെ ബോധത്തെക്കുറിച്ച് സംസാരിക്കണ്ട കേട്ടോ. ഇതേ തുടക്കകാലങ്ങളിലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്റെ ലൈവ് തുടങ്ങിയ ആ കാലം മുതലേ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോധമില്ലാത്ത ജനം ഇന്നും സമൂഹത്തിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് അസഹനീയമായിട്ട് തോന്നും ജനങ്ങൾക്ക്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളും. കർത്താവ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പറയുകയാണ്, അതായത് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവരെല്ലാമാണല്ലോ സുവിശേഷീകരണത്തിന് വേണ്ടി പോയവര്. അപ്പോൾ ഇവർ പറയുകയാണ്, നിങ്ങളിൽ ഒരു നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കും. അപ്പൊ പെന്തക്കോസുകാരെന്ത് ചെയ്യുകയാണ്? പാവത്തുങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാരത്തിനും പരഗതിക്കും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കുറെ ദേവി ദേവന്മാരുടെ ഫോട്ടോയെ അവിടെ ഉള്ളൂ. ഉടനെ പെന്തക്കോസുകാർ എന്നിട്ട് പറയും, സഹോദര വിഷമിക്കാതെ സഹോദര, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിട്ടോ നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ പറയും, ആണോ, ഒന്ന് പ്രാർത്ഥിക്കുക ബ്രദറെ, ഞങ്ങളുടെ വീട്ടിൽ കഷ്ടമാണ് ബ്രദറെ എന്ന് പറഞ്ഞ് അവരിങ്ങനെ കരയുമ്പോൾ വിഷമിക്കാതെ സഹോദര, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ വിടിവെക്കും, ഓടാറാടാ ശമ്പടവടകാടൂ പരകലക്കാന്ന് പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ അങ്ങ് പ്രസംഗവും പ്രാർത്ഥനയും ആകും. അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം വീണ്ടും പോകും, സംസാരിക്കാൻ തുടങ്ങും. 3-ാമത്തെ ദിവസമായി വീണ്ടും പോകും, സംസാരിക്കാൻ തുടങ്ങും. വിഷമിക്കാതെ, ദൈവം നിങ്ങളെ വിടിവിക്കും, ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെടുക, ദൈവത്തെ അറിയി, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉറപ്പിക്കുക, യേശു മാത്രമേ ഏകരക്ഷകൻ എന്നറിഞ്ഞുകൊള്ളുവിൻ, യേശു മാത്രമേ നിങ്ങൾക്ക് വിടിവിക്കാൻ കഴിയത്തുള്ളൂ സഹോദര. അതുകൊണ്ട് യേശുവിലുള്ള രക്ഷയെ നിങ്ങൾ ഏറ്റെടുത്തു കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിത്യരാജ്യത്തിലേക്ക് പോകുമെന്നങ്ങ് പ്രസംഗിക്കുക. ആഹാ, എന്താ നല്ല പ്രസംഗം എന്നറിയാമോ? അതെല്ലാം കഴിയുമ്പോൾ പാവം പിടിച്ചവൻ, അയ്യോ കർത്താവേ അങ്ങ് രക്ഷിക്കണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതുകൊണ്ട് സഹോദര, ഈ കാണുന്ന വിഗ്രഹങ്ങളെല്ലാം അത് ദൈവത്തിന് നിരക്കാത്തതാണ്. ഈ വിഗ്രഹാരാധികൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം പ്രിയ പാസ്റ്ററെ, പാസ്റ്ററെ? ഇതൊക്കെ എടുത്ത് കളയണം, തീയിലിട്ട് കളയണം. അപ്പൊ പാവത്തുങ്ങൾ എടുത്തിട്ട് തീയിലിട്ട് കളഞ്ഞു, നല്ല കാര്യം, തീയിലിട്ട് കളഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും നിരക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം നിനക്ക് കിട്ടും. അപ്പോൾ നിനക്ക് ശമ്പാവാടാ റീബലവാടാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയും, അന്യഭാഷ നിനക്ക് ലഭിക്കും. അപ്പൊ പിന്നെ ടോണൊക്കെ മാറും. അപ്പൊ ശരി പാസ്റ്ററെ, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അങ്ങനെ പോയി വെള്ളത്തിൽ മുങ്ങി എണീറ്റ് വന്നു, സഭയ്ക്കകത്ത് വന്നു. എന്തിനാണ് ഇവൻ ആ സഭയ്ക്കകത്ത് കൊണ്ടുപോയത്? ഈ വീട്ടിനകത്ത് പോയി ഇവൻ സുവിശേഷം പറഞ്ഞത്? ആ പാവത്തുങ്ങളുടെ ഇല്ലായ്മ കണ്ട് അവരെ കർത്താവ് ഇല്ലായ്മയിൽ നിന്നും രക്ഷിച്ച് പണക്കാരാക്കുമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. ഇല്ലായ്മയിൽ നിന്ന് രക്ഷിച്ച് അവരെ പണക്കാരാക്കുമെന്ന് പറഞ്ഞ രീതിയിലാണ് കൊണ്ടുപോകുന്നത്.
എന്നിട്ട് ഈ പാവം പിടിച്ചവൻ അവിടെ നിന്ന് എന്ത് ചെയ്യും, രക്ഷിക്കപ്പെട്ടു എന്നുള്ള പേരിൽ സഭയുടെ അംഗമായി മാറി. പിന്നെ അവൻ ഹിന്ദു ആരാധനയും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, പോട്ടെ, ഹിന്ദു അല്ലാത്ത രീതിയിൽ അവൻ ജീവിക്കുന്നു. ഇവന്റെ ബന്ധക്കോസിൽ സഭയിലായി കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. അങ്ങനെ ദീർഘനാളുകൾ കഴിഞ്ഞിട്ടും എന്നും കുന്നും അവൻ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അവൻ ജോലിക്ക് പോകുന്നു, അവന്റെ ഉപജീവന മാർഗം കൊണ്ട് അവൻ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. പാസ്റ്ററോട് വന്നിട്ട് പറയും, പാസ്റ്ററെ ഒരു ഇതുമില്ല പാസ്റ്ററെ, ഒരു മുന്നേറ്റവും ഇല്ല പാസ്റ്ററെ ജീവിതത്തിനകത്ത്, അന്നെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നതല്ലാണ്ട് ഒരു രക്ഷയുമില്ല പാസ്റ്ററെ. ഓ സഹോദരി, നിന്നിൽ എന്തൊക്കെയോ മറിഞ്ഞു കിടപ്പുണ്ട്, നീ ദൈവത്തിന് വിരോധമായി. അപ്പൊ പിന്നെ ആ സഹോദരിക്കിട്ട് താങ്ങും കുത്തുവാ കൊടുക്കുന്നത്. ആ സഹോദരനും ആ സഹോദരിക്കും ഇട്ട് കുത്തും താങ്ങും കൊടുക്കുകയാണ്. നീ ദൈവത്തിന് കൃത്യമായി ദശാംശം കൊടുത്തിരുന്നുവെങ്കിൽ ദൈവം നിന്നെ 100 മടങ്ങ് അനുഗ്രഹിച്ചതിനെ. എടാ, നിനക്ക് പാസ്റ്ററെ ദശാംശം കൊടുക്കാനൊന്നും കയ്യിൽ പൈസ ഇല്ലത് പാസ്റ്ററെ. ആകെ കിട്ടുന്ന വരുമാനം തന്നെ വെറും 5000 രൂപ കൂലിക്ക് പണിക്ക് പോയാൽ കിട്ടും. എൻ്റെ ഭാര്യ വീട്ടു ജോലിക്ക് പോയാൽ അവർക്കൊരു 3000 രൂപ 2000 രൂപയെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടത്തുള്ളൂ. നീ കൊടുക്കാൻ പഠിക്ക്. നീ കൂലിപ്പണിക്ക് പോയി 5000 രൂപയും 3000 രൂപയും കിട്ടിയാൽ പോലും നീ അതിൽ നിന്നും കർത്താവിന് ആദ്യം കൊടുക്ക്. പിന്നെ കർത്താവ് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു വിട്ടിരിക്കുവോ പാസ്റ്ററിന്റെ കയ്യിലേ? കൃത്യമായിട്ട് ഇവൻ ജോലി എടുക്കുന്നതിന്റെ 10-1 ദശാംശം ഇട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങ് അയച്ചേക്കണമെന്ന് കർത്താവ് ഇവന് ബാങ്ക് അക്കൗണ്ടും കൊടുത്തു വെച്ചിരിക്കുക. ആ പാവം പിടിച്ചവനോട് ദശാംശം കൊടുക്കാൻ പറയും. അവനില്ലായ്മപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്നവനെ. അപ്പം ഈ പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ തോറും കയറി ഇറങ്ങി നടക്കുന്നത്. മനസ്സിലായോ? അവൻ എങ്ങനെയോ ജീവിച്ചുകൊണ്ട് പോയതാ. അവനെ വീച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവന്റെ സഭയ്ക്കകത്ത് ഇരുത്തും കൊണ്ടുവന്നിട്ട്. പിന്നെ സഭയിൽ ആളായി, 2 കുടുംബ വിശ്വാസിയായി. ഈ ആടിനെ കൊണ്ട് പറയും അടുത്ത ആടിനെ പെറ്റുപെരുകണം. ആടുകളാണ് പ്രസവിച്ച് കുട്ടിയിടേണ്ടത്. അതായത് സഭയിൽ പാസ്റ്റർ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു വീട്ടിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി സുവിശേഷീകരണമായിട്ട് ഇറങ്ങിക്കൊള്ളാം. അപ്പൊ പിന്നെ പാവം പിടിച്ച അവൻ എന്ത് ചെയ്യും, അടുത്ത വീട്ടുകാരനോട് പറയും, അതേ സഹോദരി, നീ രക്ഷിക്കപ്പെടണം കേട്ടോ, നീ ദൈവത്തെ അറിയണം കേട്ടോ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് വരണം കേട്ടോ, പ്രാർത്ഥിക്കാൻ വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ആട് എന്ത് ചെയ്യും, അടുത്ത ആടിനെ പിടിക്കും, അടുത്ത ഹിന്ദുവിനെ പിടിക്കും, അയൽവാസിയെ. അവൻ അടുത്ത അയൽവാസിയെ പിടിക്കും. അങ്ങനെ സഭയ്ക്കകത്ത് ഒരു 5-6 ഹിന്ദു അയൽവാസികളെ കിട്ടിക്കഴിയും. പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയെ ഇതാണ് വളർച്ച. കിട്ടിക്കഴിയുമ്പോൾ ഇവർ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? അടുത്ത കടമ്പയിൽ കിടക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആ സഭയ്ക്കകത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, ഒരു 5-10 പേരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സഭയിലെ പാസ്റ്റർക്ക് ഒരു 10 വിശ്വാസികളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വീഴ്ച അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഒരു 10 പേരെ കിട്ടിയിട്ടുണ്ട്. 10 പേരുടെ വരുമാനം പാസ്റ്റർക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. 10 പേരുടെ വരുമാനമായി പാസ്റ്റർക്ക്. 10 കുടുംബത്തിന്റെ ദശാംശം 10-1 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവന് 20,000 ശമ്പളമെങ്കിൽ അവന്റെ ദശാംശം 2000 രൂപ കിട്ടും. ആഹാ, പാസ്റ്റർക്ക് 2000 രൂപ. മറ്റവന് അപ്പൊ 10 പേര് 2000 വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും പാസ്റ്റർക്ക് എത്ര രൂപയായി? അവന് 18,000 രൂപയും പാസ്റ്റർക്ക് എത്ര രൂപയായി? പാസ്റ്റർക്കും 20,000 രൂപയായി. ബാക്കിയുള്ളവനെല്ലാം 18,000 രൂപയേ ആയിട്ടുള്ളൂ. പാസ്റ്റർക്ക് 20,000 രൂപ വരുമാനമായി, കൂടുതലായി. കേട്ടോണേ കഥ. ഇതാണ് പാസ്റ്ററിന്റെ സഭ നടത്തിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? ഇവന്മാര് സഭയ്ക്കകത്ത് പിന്നെ അച്ചായനായിട്ട് ആരെങ്കിലും ഒക്കെ വരും. വല്ല ഓർത്തഡോക്സ് സഭയിൽ നിന്നോ യാക്കോബറ്റ് സഭയിൽ നിന്നൊക്കെയോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹിന്ദുക്കളെല്ലാം വെറും കേവലം പുഴുക്കളുടെ വിലയേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് അവിടെ പിന്നെ ഒരു വിലയുമില്ല. നീയൊക്കെ പുറകെ പോയിരുന്നിട്ട് വേണമെങ്കിൽ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് അടുക്കളയിൽ പാത്രം കഴുകി കൊടുക്കാൻ പോയി നിൽക്കണം. സഭയിൽ വന്ന് തൂത്ത് വൃത്തിയാക്കാൻ ഇടണം, ഇല്ലെങ്കിൽ പായ് വിരിച്ചിടാനായിട്ട് വന്ന് നിൽക്കണം. ഇങ്ങനെയെല്ലാം എന്ത് ചെയ്യണം? ഹിന്ദുക്കളെ അടിമവേല ചെയ്യിപ്പിക്കുകയാണ്. ജാതി വ്യവസ്ഥ എവിടെയാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ പെന്തക്കോസിനകത്ത് കിടക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വീഡിയോ സംഘപരിവാറിനൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇവന്മാരുടെ ജാതി വ്യവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ പെന്തക്കോസ് സഭകളിൽ കയറിയാൽ ജാതി വ്യവസ്ഥ അറിയാൻ പറ്റും. ലിസി ജോൺസൺ, എടി ഞാനൊരു മാർത്തോമാക്കാരിയാണ്, മുടിഞ്ഞ പിരിവ, ഇവൾക്ക് വട്ടാണ്. അതെ എടി ലിസി, എടി പൊടി എന്നൊക്കെ നിന്റെ അമ്മയെ പോയി വിളിക്കണം, അല്ലെങ്കിൽ നിന്റെ മറ്റവനെ പോയി വിളിക്കണം. കേട്ടോടി, കൂടുതൽ കയറി ഇവിടെ വന്ന് വിളഞ്ഞിട്ട് പോകരുത്. തെമ്മാടിത്തം പറഞ്ഞാൽ കർണ അടിച്ച് ഞാൻ പൊട്ടിക്കും. എൻ്റെ കൺമുമ്പിലാ വന്ന് നീ പറയുന്നതെന്നുണ്ടെങ്കിൽ. നീ ആടുത്ത വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന അറിയാവോ? നീ ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നേ?
വട്ട് നിനക്കാണെങ്കിൽ പോയി നല്ല വൃത്തിയാണം പോയി ചികിത്സിച്ചിട്ട് നല്ല വൃത്തിയാണം പോയി ഇത് ചെയ്യണം, ഗുളിക വാങ്ങിച്ച് കഴിക്കണം നീ പോയി. എന്റെ കൺമുമ്പിലാ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അടിച്ച് ഞാൻ പൊളിച്ചേനെ നിന്നെ. മനസ്സിലായോ? എടീന്ന് പോയിട്ട് നിന്നെ മറ്റവളെ പോയി വിളിക്കണം, എന്നെ കയറിയല്ല വിളിക്കേണ്ടത്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ എന്നെ സംസാരിക്കണം, വന്ന് കയറി സംസാരിച്ചാ. നീ മാർത്തോമക്കാരിയായിട്ടിരുന്നിട്ട് നീ അവിടെ പിരിവ് കൊടുക്കുന്നതിന് ഞാനാണോ കുറ്റക്കാരി? നിനക്കെന്താ? അപ്പൊ നിനക്കൊക്കെ പിരിവ് നടത്താനാണോ സഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നാണവും മാനവും ഇല്ലേടി നിനക്കൊക്കെ? ചെറ്റകളെ, നിനക്കൊക്കെ നാണവും മാനവും ഉണ്ടോ? കർത്താവിന്റെ പേരിൽ നീയൊക്കെ മുടിഞ്ഞ പിരിവുണ്ടാക്കി വെച്ചിട്ട് നീ ആരെ സൂചിപ്പിക്കാൻ ഇവിടെ വന്നിട്ട് കമന്റ് ഇട്ടേ? നീ ഏതവനെ സൂചിപ്പിക്കാനാ കമന്റ് ഇട്ടത്? നീ ഏത് പാസ്റ്റർക്ക് കൂടെയാ ജീവിക്കുന്നേ? നിനക്കിത് പറഞ്ഞപ്പോ കൊണ്ടുകയറാൻ കാരണം തെമ്മാടിത്തരവും ചെറ്റത്തരവും കർത്താവിന്റെ പേരിൽ നീയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അത് ഞാൻ വിളിച്ചു പറയുമ്പോൾ നിനക്കൊക്കെ കൊണ്ടുകയറുവോ? അല്ല, അറിയാണ്ട് ചോദിക്കുക. ലിസി ജോൺസൺ അവക്ക് പാസ്റ്റർ പറഞ്ഞപ്പോൾ അങ്ങ് കൊണ്ടുകയറുന്നു. മാർത്തോമക്കാരിയാണ്, മുടിഞ്ഞ പിരിവാണ്. മാർത്തോമക്കാരി മുടിഞ്ഞ പിരിവാണെങ്കിൽ നിന്റെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി പറയണം, ആ ചെറ്റയോട് പറയണം പിരിവെടുക്കരുതെന്ന് പറയണം കർത്താവിന്റെ പേരിൽ. നീയൊക്കെ ആ ചങ്കൂറ്റമാണ് നീ കാണിക്കേണ്ടത്. അല്ലാതെ എന്നെ കയറി എടി പോടി എന്നൊക്കെ വിളിക്കാനൊക്കെ നീയൊക്കെ സംസാരിച്ച് ശ്രമിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റും. കണ്ട അണ്ടനും അടകോടനും പോകുന്നവനും വനിതവനും കയറി വിളിച്ചുകൊണ്ട് പോകാനുള്ളതല്ല റീന. മനസ്സിലായോ? അതും കൂടി സൂക്ഷിച്ച് വേണം സംസാരിക്കാനായിട്ട്. ആള് കണ്ട് തരവും കണ്ട് വേണം സംസാരിക്കാനായിട്ട്. എൻ്റെ കൺമുമ്പിലാ വന്ന് സംസാരിച്ച കാരണം അടിച്ച് ഞാൻ പൊട്ടിച്ചനെ. നീയൊക്കെ എന്നാ വിചാരിച്ചു? സജിത സജി ബ്ലോക്ക് സിസ്റ്റർ, ഇവിടെ ഒന്നും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഇവിടെ ഒന്നും ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഡാനിയൽ ഫിലിപ്പോസ്, മതവും രാഷ്ട്രീയവും ഒരേപോലെയാണ്. തീർച്ചയായിട്ടും മതവും രാഷ്ട്രീയവും ഒരേപോലെയാണ്. മതവും രാഷ്ട്രീയവും ഒരേപോലെയാണ്. തെമ്മാടിത്തരമാണ് രാഷ്ട്രീയം മതത്തിനകത്ത് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവനും. ലിജോ അലക്സ്, തൂമ്പുങ്കൽ ലിജോ, ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്താ? ഹോളി സ്പിരിറ്റിന് വല്ല കുഴപ്പമുണ്ടോ? ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ബെറേഷു എന്ന് പറയുന്ന ഒരു വിദ്വാൻ കയറി ദൈവവചനത്തെ മുടക്കുവാൻ കയറി വന്നപ്പോഴത്തേക്കും പൗലോസ് അപ്പോസ്തലൻ ഹോളി സ്പിരിറ്റിൽ മുഴുകിയിരുന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ, സഹോദര മകനെ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ സഹോദര, ഞാൻ ദൈവവചനം പറഞ്ഞു കൊടുക്കുകയല്ലേ, നീ വന്ന് എന്തിനാ ഇടർച്ച വരുത്തുന്നത് എന്നൊന്നും അല്ല പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെയൊക്കെ കപട നാട്യവും മുഖവും ഒക്കെ നിന്റെയൊക്കെ കയ്യിൽ വെച്ചേച്ചാൽ മതി കേട്ടോ. നീയൊക്കെ പെന്തക്കോസുകാരന്മാരെന്ന് പറഞ്ഞിരുന്നു കൊണ്ട് നീ കാട്ടുന്ന കപട നാടകങ്ങളും നാടകവും ഇതുമെല്ലാം നിന്റെയൊക്കെ കയ്യിൽ അങ്ങ് വെച്ചേച്ചാൽ മതി. അത് എൻ്റെ അടുത്ത് കാണിക്കണ്ട. ഹോളി സ്പിരിറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നീയൊക്കെ ദൈവവചനം പഠിക്കണം. മനസ്സിലായോ? വാസ്തവത്തിൽ നീയൊക്കെ ദൈവവചനം പഠിക്കണം. പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്തത്? ഒരു മിനിറ്റ്. പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്തത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം, ഈ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, ദൈവത്തിന്റെ പ്രവൃത്തികളെയും തെറ്റിച്ചുകളയുവാൻ നീ ഇനിയും മതിയാക്കിയില്ലയോ എന്നാ ചോദിച്ചത്. പൗലോസ് അപ്പോസ്തലൻ അവനോട് ഒരുത്തനോട് മാത്രമല്ല ചോദിച്ചത്, പലരോടും പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. പറഞ്ഞ മനസ്സിലായോ? ഇതുപോലെ തെമ്മാടിത്തരവും ചെറ്റത്തരവും കാണിക്കുന്ന ഓരോരുത്തരിനോടും ദൈവത്തിന്റെ ആത്മാവുള്ളവനാണെങ്കിൽ ദൈവത്തോട് പക്ഷത്ത് നിന്ന് സംസാരിക്കും. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ പറഞ്ഞല്ലോ കൂൾ ഡൗൺ എന്ന് പറഞ്ഞിട്ട്, എന്ത് കൂൾ ഡൗൺ ആകാനാണ് ഞാൻ പറഞ്ഞത്? പറയണ്ടേ ഞാൻ എന്ത് കൂൾ ഡൗൺ ആകേണ്ടത്? നീയൊക്കെ കാണിക്കുന്ന കർത്താവിന്റെ പേരിൽ നടക്കുന്ന ചെറ്റത്തരവും നീയൊക്കെ കർത്താവിന്റെ പേരിൽ നടത്തുന്ന കൊള്ളയൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? നിന്നെയൊക്കെ പോലെ കുറച്ച് പുളിക്കും റീന അങ്ങനെ കുറച്ച് മിണ്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ. പറഞ്ഞ മനസ്സിലായോ? സാബു ജോർജ്, ക്ഷമിക്കുക. എനിക്കാരെയും ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തെമ്മാടിത്തരം കാണിക്കുന്നതിനെയൊന്നും ഞാൻ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? കർത്താവ് ചോദിച്ചു, യഹോവയുടെ പക്ഷത്ത് ആരെന്ന് ചോദിച്ചു. അപ്പോൾ യഹോവയുടെ പക്ഷത്ത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മറ്റവനെ എല്ലാം വെട്ടിക്കൊല്ലാനാ പറഞ്ഞത്. എന്തേ കൂൾ ഡൗൺ കാണിച്ചുകൊണ്ട് നിന്നാ പോരായിരുന്നോ?
ഇല്ല, അവരൊക്കെ ദൈവവചനം വായിക്കും. നിങ്ങൾ എന്തിനാ ഈ ദൈവവചനം കയ്യിൽ കൊണ്ട് നടക്കുന്ന? ദൈവവചനം അവർ വായിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ദൈവവചന പ്രകാരം അവർ ശക്തമായിട്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് മൂർച്ചയേറിയതായി തോന്നുന്നുണ്ടെങ്കിൽ അതേ വാക്കുകളെക്കാൾ മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് വെട്ടി ചെയ്യപ്പെട്ടവർ പോലുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ദൈവവചനം പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ അപ്പൊ പിന്നെ സംസാരിക്കാൻ നടക്കുന്നേ? ലിജോ അലക്സ് തോമ്പുങ്കൽ ലിജോ അഭിഷക്തൻ ഏതവനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നിൽ കമന്റ് തെളിച്ചും കുറച്ചും ഒക്കെ ഇടുക, എന്നാൽ എനിക്ക് രണ്ടെങ്കിലും തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വന്ന് ഇങ്ങനെ വല്ലതും മുറുക്കി പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? ഡനിയൽ ഫിലിപ്പോസ്, രണ്ടുപേരും അപ്പോൾ കാശുള്ളവരെ ചേർത്ത് ചുരുക്കി പറഞ്ഞാൽ ഗുണഭോക്താക്കളാണ്. അതാണ് ഒരുത്തി വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, അവക്ക് എന്തുവാ മാർത്തോമക്കാരിയാണെന്ന്, അവിടെയും മുടിഞ്ഞ പിരിവാണെന്ന്. അപ്പൊ ഇവന്മാരെല്ലാം പിരിവ് നടത്തലാ. മാർത്തോമയിൽ പിരിവ്, യാക്കോബറ്റിൽ പിരിവ്, ഓർത്തഡോക്സിൽ പിരിവ്, കത്തോലിക്കയിൽ പിരിവ്, പെന്തക്കോസിൽ പിരിവില്, എല്ലാത്തിനകത്തും ഉമ്മാര് പിരിവ്. പണം 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 എന്ന് പറഞ്ഞ് ചാകുക എല്ലാവന്മാരും. പത്രോസ് ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനനിയാസും ഭാര്യയും കൂടി പണം എടുത്തുകൊണ്ട് വന്നിട്ട് കുറെ പണം അടിച്ചു മാറ്റിയിട്ട് ബാക്കി പണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പത്രോസ് ചിരിച്ചുകൊണ്ട് ക്ഷേമ കൃപ അയ്യോ മോനെ പകുതിയെ കൊണ്ട് തന്നോളോ, കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിനെതിരെയെങ്കിലും നീ അന്യായം ചെയ്തത് കൊണ്ടും എന്തായാലും പരിശുദ്ധാത്മാവ് ക്ഷമിക്കുമല്ലോ, അപ്പൊ ഞാൻ നിന്നെ ക്ഷമിച്ചേക്കാം എന്ന് ക്ഷമിച്ചു വിട്ടോ. പരിശുദ്ധാത്മാവിനെതിരെ നീ വ്യാജം കാണിച്ചതിന് നിന്റെ ശവം ഇപ്പോൾ തന്നെ കിടക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ശപിച്ച് കൊന്നു കളഞ്ഞു. ഇത്രയൊന്നും റീന ചെയ്തിട്ടില്ലല്ലോ, 2 തല്ല കൊട്ട് തന്നെന്നല്ലേ ഉള്ളൂ. എന്റെ വാക്കിനൊന്നും കിട്ടാതെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. അന്ന് കർത്താവ് ചാട്ടവാറെടുത്തു. എന്റെ കയ്യിലായിരുന്നെങ്കിൽ ഞാനും അത് എടുക്കുമായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് അതെ, ദൈവം വെട്ടാനാ പറഞ്ഞ. അമ്മയും പെങ്ങളെയും സഹോദരനെയും സഹോദരിയും ഒന്നും നോക്കണ്ട, യഹോവയുടെ പക്ഷത്തല്ലാത്തവനെ എല്ലാം തീർത്തു കളഞ്ഞേക്കാനാ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ പക്ഷത്തല്ലാത്തവനെല്ലാം തീർത്തു കളയാൻ കർത്താവ് അന്നേ പറഞ്ഞിട്ട് അമ്മയും കൂടെ പറഞ്ഞ സഹോദരനെയും സഹോദരി നോക്കില്ല, യഹോവയുടെ പക്ഷത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിയത്. ഇപ്പൊ പണം മുഴുവനും ഉണ്ടാക്കാൻ വേണ്ടി പണമേ 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 എന്ന് പറഞ്ഞ് ചത്തും തുലയുന്ന വർഗങ്ങൾ ക്രിസ്ത്യാനി എന്നുള്ള പേരില്. എന്തിനാ എന്തിനാ ഇവന്മാരൊക്കെ പിന്നെ എന്തിനാ ഈ സഭയുണ്ടാക്കി ആളെ മൊത്തവും കൂട്ടുന്നത്? ഇരുട്ടി നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവനെയൊക്കെ പറയുമ്പോഴത്തേക്കും കുറെ എണ്ണത്തിന് കൊണ്ടുകയറും. ആത്മീയ ഭക്തി മൂത്ത് നടക്കുന്ന ജന്മങ്ങള്. എന്നിട്ട് പറയും നമുക്കത് ആത്മീയമില്ലാതെ പോയി. റീന ഇതൊക്കെ പറയുന്നത് കൊണ്ട് റീനയ്ക്ക് ആത്മീയമില്ലാതെ പോയി. നിന്റെ ഒന്നും ആത്മീയത്തിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടെന്നേ. മനസ്സിലായോ? നിന്റെ ഒന്നും പ്രകാശ് എലിയപ്പറ ടേക്ക് ഇറ്റ് ഈസി. എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? എനിക്ക് ഒരിക്കലും ഇതിനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. പ്രതികരിക്കാൻ ശക്തിയില്ലാത്ത, പ്രതികരണ ശക്തിയില്ലാത്ത മരക്കഴുതകളും വാഴകളുമായ ക്രിസ്ത്യാനികൾ ഇന്ന് ഈ പാസ്റ്റർമാരുടെ കീഴിലും പുരോഹിതന്മാരുടെ കീഴിലും ജീവിക്കുന്നത് കൊണ്ടാണ് നാൾക്ക് നാൾ കർത്താവിനെ വെച്ചുള്ള കപടവേലകൾ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇടത്തോടെ എണ്ണീര് ജനമേ, നീയൊക്കെ പറയുന്നല്ലോ നീ മാർത്തോമിലാണെന്ന്, നീയൊക്കെ യാക്കോബറ്റിലാണെന്ന്. ചോദിക്ക് തൻ്റെ ഇടത്തോടെ ഇവനോടെല്ലാം. എവിടെ പറഞ്ഞിരിക്കുന്നു കർത്താവ് കച്ചവടം ചെയ്യാനായിട്ട്? എവിടെയാ കർത്താവ് നിന്നെയൊക്കെ കച്ചവടം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വെച്ച് എന്ന് പറഞ്ഞ് ചോദിക്കും. നീയൊക്കെ നിന്റെയൊക്കെ വായ് തുറക്കട്ട്, ശബ്ദം ഉയരട്ട് ഇവന്മാർക്കെതിരെ. എന്ത് ചെയ്യുമായിരിക്കും? കൂടിപ്പോയാൽ നിന്നെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കുമായിരിക്കും. ഇവന്റെയൊക്കെ സഭയിൽ നിന്ന് 10 പേരോട് സത്യം വിളിച്ചു പറഞ്ഞിട്ട് ആ സഭയിൽ നിന്ന് പുറത്തിറങ്ങണം. അല്ലാതെ ഇവന്റെയൊക്കെ സഭയിൽ കെട്ടിപ്പൂട്ടി കിടന്നിട്ട് നിനക്കൊക്കെ എന്ത് ലാഭം കിട്ടാനാ? ഇവന്റെയൊക്കെ സഭയിൽ കെട്ടിപ്പൂട്ടി കിടന്നിട്ട്? പെണ്ണിനെ കെട്ടിക്കാനുള്ള കുർബാന അച്ഛൻ ചൊല്ലിത്തരുന്നതിന് താലി എടുത്തു കൊടുക്കാൻ പാച്ചർമാർക്ക് നിന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയും ശവക്കല്ലറയിൽ പോയി അടക്കത്തിന് വേണ്ടിയിട്ടും പോയി ഇതിനകത്ത് പോയി തൂങ്ങിപ്പിടിച്ച് കിടക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ജനം ഉണർന്നു പുറത്തു വരണം. സംസാരിക്കാൻ കഴിവുള്ളവർ പുറത്തു വരണം. അല്ലാതെ ഇവന്മാരുടെ അടിമകളെ പോലെ കയറി കിടന്നിട്ട് ഇവന്മാർക്ക് വീശിക്കൊടുത്ത് പാവം വിശ്വാസിയെ വിറ്റ് കാശാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവനെല്ലാം നിത്യ നരകവതിയും ശിക്ഷാവിധിയുമാണ്. മനസ്സിലായോ? അതുകൊണ്ട്
ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അരോചകമായിട്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്നവരെല്ലാം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. മനസ്സിലായോ? അവരുടെ അരോചകത്വമൊക്കെ കയ്യിലങ്ങ് വെച്ചിരുന്നാൽ മതി. PC ഷാജൻ, മാർത്തോമാക്കാരോട് അവരുടെ അച്ഛന്റെ പേര് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചേ. ഗൾഫിൽ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോയി കുറച്ച് ക്യാഷ് കയ്യിൽ ആയാൽ ഉടനെ സ്വർണം ലോക്കറിലാക്കി വെള്ള സാരിയും ചുറ്റി ഇറങ്ങും കൈകൊട്ടി പാടാനായിട്ട്. ഇത് മാർത്തോമ മാത്രമല്ല പ്രിയ സഹോദര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വൃത്തികെട്ട ക്രിസ്ത്യാനിയും ഇത് തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപടന്മാര്. ഇതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഹിന്ദുക്കള്. അയ്യോ, ഈ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരു രീതിയില്ലല്ലോ. അവരുടെ ദൈവത്തെ അവർ വിറ്റ് കാശാക്കുന്ന പോലും ഇല്ലല്ലോ. എടാ, അവർക്ക് പല ദൈവങ്ങളുണ്ട്. ഏതെങ്കിലും അവരുടെ ദൈവത്തെ വെച്ച് കാശാക്കുന്നുണ്ടോ? ഇതുപോലെ ക്രിസ്ത്യാനി കാശാക്കുന്നത് പോലെ ഏതെങ്കിലും വെച്ച് അവർ കാശാക്കുന്നുണ്ടോ? നിന്റെ അടുത്തൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ദൈവമാണ് ദൈവമെന്ന് നിന്നോടൊക്കെ പറഞ്ഞ് നിന്നെയൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ടോ ഈ ഹിന്ദുക്കള്? നീയൊക്കെ ഹിന്ദുക്കളുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും നീയൊന്നും നന്നാകത്തില്ല, നീയൊന്നും രക്ഷപ്പെടത്തില്ല. നീയൊന്നും ഹിന്ദുക്കളുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും നീയൊന്നും എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല. അത്രത്തോളം വിഷവിത്തുക്കളാണ്, വിഷവിത്തുക്കള്. കർത്താവിനെ വിറ്റ് കാശാക്കുന്നു. ആ മാണിക്യത്തെ വിറ്റ് കാശാക്കുക. കർത്താവിൻ്റെ ആ സ്വഭാവ ഗുണങ്ങളെ വിറ്റ് കാശാക്കുകയാണ്. ഈ ഹിന്ദുക്കൾ ചെയ്യുമോ? നീയൊക്കെ ഹിന്ദുക്കളോട് പോയി ചോദിയിരിക്കും യേശു ആരെന്ന് ചോദ്യര്. അവരവരുടെ ഹൃദയത്തിനകത്താ വെച്ചിരിക്കുന്നത് ദൈവത്തെ. അവർ യേശുവിനെ കൊണ്ട് നടന്ന് കാശാക്കുന്നില്ല നിന്നെയൊക്കെ പോലെ. പക്ഷെ നീയൊക്കെ എന്ത് ചെയ്യുകയാണ്? നിന്നെയൊക്കെ പോലെ. ഒരു മിനിറ്റ്. ലിസി ജോൺസൺ, ഇവൾ കഞ്ചാവാണ്. അതെ, MDM അടിച്ച് കറങ്ങി നടക്കുന്ന നിനക്ക് ഇത് കേൾക്കുമ്പോൾ കഞ്ചാവായിട്ട് തോന്നും. എന്താണെന്നറിയാമോ? MDM അടിച്ച് കറങ്ങി നടന്ന് എല്ലാവിധ തെറ്റും വൃത്തികേടുകളും കാട്ടിക്കൊണ്ട് നടക്കുകയല്ലേ നീ. അപ്പോഴത്തേക്കും സത്യം കേൾക്കുമ്പോഴത്തേക്കും കുരു പൊട്ടും. അപ്പൊ പിന്നെ കഞ്ചാവായിട്ടൊക്കെ തോന്നും ഇതിനെ. ആദ്യം നീ ആ കെട്ടിൽ നിന്ന് പുറത്തേക്ക് വാ. നീ അടിച്ചിരിക്കുന്ന MDM നിന്ന് പുറത്തേക്ക് വാ, ആ മയക്കം മരുന്നിന്ന്. മനസ്സിലായോ? എന്നിട്ട് വേണം നീ എന്ത് ചെയ്യാനായിട്ട്, ഇരുന്ന് കേൾക്കാനായിട്ട്. മനസ്സിലായോ? ആദ്യം നീ അടിച്ചിരിക്കുന്ന ആ കെട്ടിന്ന് നീ പുറത്തേക്ക് ഇറങ്ങി വാ. എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. അപ്പം കണ്ണ് തുറന്ന് ചെവി തുറന്ന് വെച്ച് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നതിനകത്ത് എത്ര സത്യം ഉണ്ടെന്ന് മനസ്സിലാവും. മനസ്സിലായോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ അസഹനീയമായി ഇവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു മിനിറ്റ്. ഓക്കെ. അതുകൊണ്ട് ഇവർക്ക് ഞാൻ പറയുന്നത് അസഹനീയമായിട്ട് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? കാരണം കർത്താവ് ഇന്ന് ഇവരുടെ എല്ലാം കച്ചവടച്ചരക്കാണ്. എല്ലാവരുടെയും, എല്ലാ ക്രിസ്ത്യാനികളുടെയും വലിയൊരു കച്ചവടച്ചരക്കാണ് കർത്താവ്. ഇനിയും ഈ കർത്താവിനെ വെച്ച് കച്ചവടം നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ BJP സർക്കാർ വരണം. എൻ്റെ കർത്താവ് ജാതികളെ കൊണ്ട് ഇവന്മാർക്ക് എരിവ് വരുത്തും. ജാതികളെ വെച്ച് എരിവ് വരുത്തണം. മനസ്സിലായോ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചിലത് BJP സർക്കാർ ചെയ്യുമ്പം എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. സംഘപരിവാർ ഞങ്ങളെ എടുത്തിട്ട് അടിക്കുന്നേ, ഞങ്ങളെ എടുത്തിട്ട് ഒടിക്കുന്നേ, ഞങ്ങളെ എടുത്തിട്ട് കുത്തുന്നേ, ഞങ്ങളെ ജീവിക്കാൻ വിടുന്നില്ലേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിടുന്നേ, ഞങ്ങളെ ചർച്ച പൊളിക്കുന്നേ. കൊടുക്കുക ചെയ്യണം. എടാ, നീയൊക്കെ പറ്റിച്ചും നീയൊക്കെ ജോലിക്കും കൂലിക്കും പോയൊക്കെ ജീവിരടാ. മനസ്സിലായോ? ലിസി ജോൺസൺ, ഇവൾ സംസാരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയാണ്. നല്ല വരുമാനം കാണും. അതെ, സംഘപരിവാറിന് വേണ്ടിയാ. നല്ല വരുമാനം ഉണ്ട്. വേണോ നിനക്ക്? കുറച്ച് വേണോ നിനക്ക്? അല്ല, ഞാൻ കുറച്ച് വരുമാനം അങ്ങോട്ട് അയച്ചു തരട്ടെ? ഒരു കാര്യം, അക്കൗണ്ട് നമ്പറും കൂടി ഇങ്ങോട്ട് അയച്ചതാ.
ഞാൻ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നെങ്കിൽ കാര്യമായി പോയി. നിന്റെ മണ്ടയ്ക്കിട്ട് ഒരു കൊട്ടുകൂടി തരാനും കൂടി ചേർത്തിട്ടാ അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെപ്പോലുള്ള വൃത്തികെട്ട ജന്മങ്ങള് നാട്ടിൽ കുറെ എണ്ണങ്ങളുണ്ട്. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന നീയൊക്കെ മനസ്സിലായോ? അതുകൊണ്ട് നിന്നെപ്പോലുള്ള കുഴലൂത്തുകാർക്കും ഈ പെന്തക്കോസുകാർക്കും ഈ തീവ്രവാദികൾക്കും ഈ കർത്താവിനെ വിറ്റ് കാശാക്കുന്നവർക്കെല്ലാം നിന്നെപ്പോലുള്ള കുഴലൂത്തുകാർ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല കൊട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നത്. നല്ല വരുമാനം ഉണ്ടെങ്കിലേ കാര്യമായി പോയി. എന്തേ ബുദ്ധിമുട്ടുണ്ടോ? വിഷമമുണ്ടോ? വിഷമം ഉണ്ടെങ്കിൽ അവിടെ പോയി മാറിയിരുന്ന ചെല്ല്. അവൾക്ക് സഹിക്കുന്നില്ല, മനസ്സിലായോ? അവൾക്ക് സഹിക്കുന്നില്ല, പൊറുക്കുന്നില്ല. അവൾ വേദന കൊണ്ട് ഉരുകുകയാ കേട്ടിട്ട്. കാരണം എന്തുവാ ഞാൻ സംഘപരിവാറിന് വേണ്ടി തന്നെയാ ഇപ്പൊ സംസാരിക്കുന്നത്. അതെ, സംഘപരിവാറുകാർ ഞാൻ ചെയ്യേണ്ട കാര്യം സംഘപരിവാർ ചെയ്യുന്നു. ഓരോ ക്രിസ്ത്യാനി ചെയ്യേണ്ടതും സംഘപരിവാർ എന്ന് ചെയ്യുന്നു. ചെയ്യണം, മനസ്സിലായോ? ലീന സോബിഷി പാസ്റ്ററുടെ ഭാര്യ ആയിരിക്കും, അതാ ഇത്ര കരച്ചിൽ. എനിക്ക് മനസ്സിലായി, അവളെ ഏതോ ഒരു ബാസിന്റെ ഭാര്യയോ അല്ലെങ്കിൽ ബാസിന്റെ വെപ്പായിരിക്കും, അതാ ഇത്ര കരച്ചില്. ഇല്ലെങ്കിൽ ഇത്രയും കരയത്തില്ല. അല്ലാതെ ഇത്രയൊന്നും കരയേണ്ട കാര്യമൊന്നുമില്ല. അത്ര കരയാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇത്രയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പാച്ചറിനെ പറയുന്നതിന്റെ പേരിൽ ഇവള് മോങ്ങി കരയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. അല്ലാതെ ഒരുത്തരും ഇങ്ങനെ വന്നത് കരയത്തില്ല ഇതിനകത്ത് വന്ന്. അതുകൊണ്ട് ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. അവൾ എത്രത്തോളം കരഞ്ഞു തീർക്കുന്നത് ഞാൻ നോക്കട്ടെ. അവളായിട്ട് പോകുന്നെങ്കിൽ പോട്ടില്ലെങ്കിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൾ എത്രത്തോളം കരയുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട്. സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതെ, സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുക. ഞാൻ ചെയ്യേണ്ട കാര്യം ഇന്ന് സംഘപരിവാർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വേറൊരുത്തും ചെയ്തു കഴിഞ്ഞാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ചെയ്യാൻ ഞാൻ കൂടുതൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? അനുവാദം കൊടുക്കും, ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓക്കെ, അപ്പോൾ സംഘപരിവാറിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘപരിവാറിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക. സംഘപരിവാറിന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. സംഘപരിവാറിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് തലയിലിട്ടുകൊണ്ട് ആ മോദിയുടെ തലയിൽ മണ്ടയിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. നിങ്ങൾ ഈ വൃത്തികെട്ട ക്രിസ്ത്യാനി സമുദായം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലം മുതൽ ഈ കാലം വരെയും അതിൽ നിന്നും ഹിന്ദുക്കളെ ഒന്ന് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നോക്ക്. ഇവന്മാർ അവിടെയും ഇവിടെയെല്ലാം ബോർഡ് കെട്ടി അത്ഭുത രോഗസൗഖ്യം, വിടുതലും രോഗശാന്തിയും ശുശ്രൂഷയും എന്നൊക്കെ വിളിച്ചു വരുത്തി ഇവന്മാർ ഈ ഹിന്ദുക്കളെ കള്ളസാക്ഷ്യം എന്ന് പറയുന്ന പേരിൽ രണ്ടുപേരെ കൊണ്ടുവന്ന് നിർത്തും ഇവന്മാര്. മനസ്സിലായോ? അവിടെയും ഇവിടെയൊക്കെ രോഗസൗഖ്യത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ആളുകൾ കാണുമല്ലോ. കാരണം ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നം തന്നെയാണ് മനുഷ്യന്റെ രോഗവും കടഭാരവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോഴത്തേക്കും വലിയ ബാനറുകളും ബോർഡും കെട്ടുകയാണ്. വർഗീസ് KJ, അതൊക്കെ പോട്ടെ, കർത്താവിനെ കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ പൊന്നു സഹോദര, കർത്താവിന് ഇതൊക്കെ തന്നെയാ സംസാരിക്കാനുള്ളത്. കർത്താവിന് ഇതിലെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. എൻ്റെ പേര് പറഞ്ഞ് കാശ് എന്നെ പറ്റിച്ച് എൻ്റെ പേരും പറഞ്ഞ് കാശ് അടിച്ചു മാറ്റുന്ന ഈ വൃത്തികെട്ടവന്മാരെ കർത്താവ് ചാട്ടവഴെടുക്കാൻ കാത്തിരിക്കുകയാണ്. ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ആലയത്തിൽ കയറി ചാട്ടവാറെടുത്തുകൊണ്ട് എല്ലാ മേശകളെയും തട്ടിമറിച്ചിട്ടത്. ഇന്ന് കർത്താവ് ക്രിസ്ത്യാനിയെ എന്ന് പറയുന്ന പേര് നോക്കുമ്പോൾ കർത്താവിന്റെ പേരിൽ നടത്തുന്നത് മുഴുവനും കൊള്ളയും അക്രമവും അനീതിയും കാപട്യവും എല്ലാ വൃത്തികേടുകളുമാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപാസനവും എല്ലാ സ്ഥലവും ഒന്ന് തന്നെ. ക്രിസ്ത്യാനി എന്ന പേരിൽ ഇന്ന് നടക്കുന്ന സകല വൃത്തികെട്ട സമ്പ്രദായവും ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാശ്. മനസ്സിലായോ? ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപാസനമാകട്ടെ കുപാസനമാകട്ടെ ഏത് ആസനമാകട്ടെ എല്ലാവന്മാരും പണം 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 പണത്തിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും കാട്ടുവാൻ ഒരു മടിയുമില്ലാത്ത ഊളവർഗമായി ക്രിസ്ത്യാനി മാറിയിരിക്കുന്നു. എന്നിട്ടും ഇവന്മാരെ അങ്ങ് സോപ്പിട്ട് സൂപ്പിടാൻ കുറെ വൃത്തികെട്ട ജന്മങ്ങൾ വന്നിരിക്കുന്നു.
എനിക്കെതിരെ സംസാരിക്കാനായിട്ട്? നാണവും മാനവും ഇല്ല, ലജ്ജയില്ലേ നിങ്ങൾക്ക്? എടാ, നിന്റെയൊക്കെ സഭയിൽ ദൈവത്തിന്റെ പേരിൽ നിന്നെയൊക്കെ പറ്റിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക എല്ലാവന്മാരും. എല്ലായിടത്തും പണം, എല്ലായിടത്തും പണം. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കർത്താവിന്റെ പേരിൽ പണപ്പിരിവല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? എവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ യഥാർത്ഥവണ്ണം പോയി ഇരുന്നിട്ട് ചുമ്മാ ദൈവത്തെ ആരാധിച്ചു വരാൻ പറ്റുന്ന സ്ഥലം എവിടെയാ ഉള്ളത്? നിങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ പോലും വീടുകളിൽ ആരാധിക്കാമല്ലോ. എന്ത് ഇവന്മാരുടെ ചർച്ചയിൽ പോയിരുന്നിട്ട് ആരാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ? അല്ല, അറിയാൻ ഞാൻ ചോദിക്കുക. ഒരിടത്തിൽ ഉടൻപടിക്ക് ചെയ്യാൻ നിർബന്ധമുള്ള സ്ഥലത്തിൽ അവിടെ ഇപ്പോൾ സംഘപരിവാർ ഇടപെട്ട് ഹിന്ദുക്കൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന നിയന്ത്രണം വന്നു. എനിക്ക് മനസ്സിലായില്ല സജിത സജി, എന്താ കമന്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഗുഡ് ബൈ, പോയിക്കോ. ആരും വളരെ വിഷമിച്ചത് കേൾക്കാൻ നിൽക്കണ്ട. അരോചകം തോന്നും, കടിഞ്ഞ വാക്കെന്ന് തോക്കും. കർത്താവ് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ആദ്യമൊക്കെ തേൻ പൊഴിയുന്ന വാക്കുകളായിരുന്നു. അയ്യോ, അവന്റെ വായിൽ നിന്ന് മുത്തുകൾ പൊഴിയുന്നു. നിന്റെ തിരുവചനത്തിന്റെ മൊഴികൾ അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾ ആരിൽ നിന്നും കേൾക്കും പ്രഭുവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പുറകെ വന്നു. കാരണം വെച്ചാൽ രോഗസൗഖ്യം കിട്ടുന്നു, തിന്നാൻ കിട്ടുന്നു, കർത്താവ് അപ്പം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. പിന്നെ കർത്താവ് ഉപദേശത്തിൽ കുറച്ച് കട്ടിയായിട്ട് അങ്ങ് കൊടുക്കാൻ തുടങ്ങിയപ്പം ഇവന്റെ വാക്ക്, കടിഞ്ഞ വാക്ക്, ഇത് കേട്ടിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, ചെവി പൊത്ത്, കല്ലെറി, തള്ളിവിട്, അവനെ കൊല്ല് എന്നായി. ഇതാ കർത്താവിനോടും ചെയ്തത്. ഇന്ന് റീന പറയുന്നത് കടിഞ്ഞ വാക്ക് തോന്നുന്നുണ്ടോ? കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഹൃദയം ഇടിപ്പ് വരുന്നുണ്ടെങ്കിലേ കാര്യവായ്പേ. എന്തുകൊണ്ടാണെന്നറിയാമോ? അനീതി നിറഞ്ഞവരായി നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് അനീതിയും അക്രമം കുടികൊള്ളുന്നത് കൊണ്ടാണ് ഞാൻ പറയുമ്പോൾ കഠിനമായി തോന്നുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അനീതിയായി ഞാൻ തുറന്നു പറയുന്നത്. അപ്പോൾ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടോട് തോന്നും നിങ്ങൾക്ക്. മനസ്സിലായോ? കേട്ടിരിക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും. കാരണം കച്ചവടത്തിനായി കർത്താവിനെ ഉപയോഗിക്കുന്ന ലോകത്തിൽ വേറെ ആരുണ്ട്? ഇത്രമാത്രം വൃത്തികെട്ട ഒരു ജനതയല്ലാണ്ട് ക്രിസ്ത്യാനി ഞാൻ വെള്ള പൂശണോ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുവാ, ഞാൻ പൂശണോ വെള്ള? ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട ജന്മങ്ങൾക്ക് ഞാൻ വെള്ള പൂശി കൊടുക്കണോ? ഏതവനുണ്ട് പൈസ അല്ല പ്രതീക്ഷിച്ചിട്ടല്ലാണ്ട് ദൈവവില ചെയ്യുന്നവൻ ഏതവനുണ്ട്? എല്ലാവനും കാശ. ദശാംശത്തിന്റെ പേരിൽ കാശ്, സ്തോത്രക്കാശയുടെ പേരിൽ കാശ്, അതിന്റെ പിരിവിൽ കാശ്, കൺവെൻഷൻ നടത്താൻ കാശ്, അവിടെ കാശ്, ഇവിടെ കാശ്, ആ പിരിവ്, ഈ പിരിവ്, കാശേ. ഒരു മീറ്റിംഗ് വെച്ച കാശ്, ഒരു പ്രത്യേകതരം മീറ്റിംഗ് പറഞ്ഞിരിക്കുക. പിന്നെ ഏതെങ്കിലും സംഘപരിവാറുകാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും BJP-ക്കാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മോദിയെടുത്ത് ഒന്ന് കൊണ്ടുപോയി നിങ്ങൾ എത്തിച്ചിട്ട് നിയമങ്ങൾ പാസ്സാക്കി ഇന്ത്യക്കകത്ത്. ഈ തെരുവ് തോറും റോഡ് തോറും നടന്ന് ബോർഡുകൾ വെച്ച് സുവിശേഷീകരണം എന്നുള്ള പേരിൽ ആളെ കൂട്ടി നടത്തുന്ന കച്ചവടം നിങ്ങൾ നിർത്തലാക്കിയാൽ നിങ്ങളുടെയൊക്കെ ഹിന്ദുക്കളുടെ കയ്യിൽ പണം ഇരിക്കും. മനസ്സിലായോ? ഈ ഹിന്ദുക്കളുടെ പണം മുഴുവനും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നതാണ് പാസ്റ്റർമാരുടെ പരിപാടി ഇപ്പം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് മതപരിവർത്തനം വേണ്ട. അവൻ ദൈവത്തെ അറിഞ്ഞവനുണ്ടോ? പോയിരുന്ന് നീയൊക്കെ പ്രാർത്ഥിയില് പാച്ചർമാർ പണിയെടുത്ത് ജീവിക്കാനുള്ള വഴിവെല്ലാം കണ്ടെത്താൻ പറയണം. അങ്ങനെയൊക്കെ നിയമങ്ങൾ വരട്ടെ. അങ്ങനെയൊക്കെ ദൈവത്തെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ നീയൊക്കെ ദൈവത്തെ വിളിക്കാൻ മനസ്സുള്ളവന്മാരൊക്കെ ദൈവത്തെ വിളിച്ചാൽ മതി. അല്ലാതെ ഇരുന്ന് സുഖിച്ച് പൊളച്ച് ഞങ്ങൾ ആൾക്കാരുടെയൊക്കെ പൈസ കൊണ്ട് തിന്ന് പുളകം കൊള്ളുന്നവനൊന്നും കർത്താവിനെ വിളിക്കാൻ നിൽക്കണ്ട. നിനക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിനക്കൊക്കെ ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ കർത്താവിനെ അങ്ങനെ വിളിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ദൈവത്തെ വിളിച്ചാൽ മതി. അല്ലാത്തവനൊന്നും ദൈവത്തെ വിളിക്കണ്ട. ഞാനിതിന് രണ്ടിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യം എവിടം വരെ എൻ്റെ പോരാട്ടം കഴിക്കാൻ പറ്റുമോ ഞാൻ അവിടം വരെ പോരാട്ടം കഴിക്കും. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വൃത്തികെട്ട വർഗങ്ങളുടെ മുഖമൂടി ഞാൻ വലിച്ചു കീറിയിട്ടല്ലാണ്ട് ഞാൻ വിടത്തില്ല. ഒന്നിൽ ക്രിസ്ത്യാനിക്കകത്തിരിക്കുന്നവൻ സംസാരിക്കണം, തീരുമാനം സ്വയമേ എടുക്കണം. കോൺഗ്രസിനെ ജയിപ്പിച്ച് വിടുന്നവരെ നിങ്ങൾക്ക് ഈ BJP-ക്കാർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും, എന്നെ കേൾക്കുന്നവർ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ പെന്തക്കോസുകാർ നിങ്ങൾക്ക് വോട്ടിട്ട് തരുമെന്ന് പറഞ്ഞിട്ട്?
പുളിക്കും അവന്മാർ നിങ്ങൾക്ക് വോട്ടിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. സഭയ്ക്കകത്ത് അവന്മാർ കൂടിയിരുന്ന് ആലോചന നടത്തുന്നത് എന്താണെന്നറിയാമോ? സംഘപരിവാറിനെ നമ്മൾ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് മതപരിവർത്തനം നടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ കോൺഗ്രസിനെ വോട്ടിടാവൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ് മയം മുറ്റിക്കിടക്കുന്നതായി ഈ പെന്തക്കോസ് വർഗങ്ങൾ. മനസ്സിലായോ? സംഘപരിവാർ എന്ന് പറയുന്ന കൂട്ടരെ നമ്മൾ ഇന്ത്യക്കകത്ത് BJP വന്നു കഴിഞ്ഞാൽ, സംഘപരിവാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മതപരിവർത്തനം നടത്താൻ പറ്റത്തില്ല. നമുക്ക് വീട്ടാന്തോറും ഹിന്ദുവിന്റെ വീട്ടിൽ നിന്നും കയറി ഇറങ്ങി അവന്റെ കാശടിച്ചു മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കോൺഗ്രസിന് വോട്ടിടണം, കോൺഗ്രസിനെ നമുക്ക് എന്ത് ചെയ്യണം, കൂട്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരാ ഈ പെന്തക്കോസ് വർഗങ്ങൾ. എന്തുകൊണ്ടാ ഇത്രത്തോളം ഞാൻ പെന്തക്കോസിനെ വെറുക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സത്യം അറിഞ്ഞവരാ, കയ്യിൽ ദൈവവചനം വെച്ചിരിക്കുന്നവന്മാരാ. പക്ഷെ കർത്താവിനെ വിൽക്കുന്ന കൂട്ടത്തിനകത്ത് ഇവന്മാരെ പോലെ കർത്താവിനെ വിൽക്കുന്നവന്മാർ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. കർത്താവിനെ വിറ്റ് കാശാക്കുന്നവന്മാര്. കർത്താവ് പറഞ്ഞു, എന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു. ഞാൻ ഇത്രയും വയലന്റ് ആയിട്ട് സംസാരിക്കുന്ന എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രത്തോളം രൂക്ഷമായ ഭാഷയിൽ ഞാൻ ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാ? നിനക്കൊന്നും എരിവില്ല, എനിക്ക് എരിവുണ്ടെന്നേ. എടാ, നീയൊക്കെ കച്ചവടം ചെയ്യുന്ന എന്റെ കർത്താവിനെയാണേ. നീയൊക്കെ കച്ചവടം ചെയ്യുന്ന നിനക്ക് കർത്താവല്ലായിരിക്കാം, നിനക്ക് ഏതോ ഒരുത്തനായിട്ടായിരിക്കും നിനക്ക് തോന്നുന്നത്. നിനക്ക് പേടിയോ, നിനക്ക് ദൈവമാണെന്നുള്ള ചിന്തയോ ബോധമോ ഒന്നുമില്ല. നിനക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു കച്ചവട ചെലക്കിനെ കിട്ടിയിട്ടുണ്ടായിരിക്കാം കർത്താവ് എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ അപ്പനാണേ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കണ്ടിരിക്കാൻ. നീയൊക്കെ മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ കർത്താവിന് കൊടു, യേശുവിനെ കൊടു, കർത്താവിന്റെ സുവിശേഷ വിലയ്ക്ക് കൊടു, സുവിശേഷ വിലയ്ക്ക് കൊടു എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കർത്താവിന്റെ പേരിൽ പിഴിയുന്നത് മുഴുവനും എൻ്റെ കർത്താവ് വാങ്ങിച്ചോണ്ട് പോവുകയാണോ നിന്റെ കയ്യിൽ നിന്നൊക്കെ? വൃത്തികെട്ടവന്മാരെ, നീയൊക്കെ കർത്താവിന്റെ പേരിൽ പിഴിയുന്നത് മുഴുവനും നീയൊക്കെ എൻ്റെ കർത്താവിന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. അതോ എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചോണ്ട് പോവുകയാണ് മാസാമാസം വന്നിട്ട്? എൻ്റെ പേരിൽ പിരിച്ച കാശൊക്കെ ഇങ്ങനെ എടുത്ത് എത്ര കളക്ഷൻ കിട്ടിയെന്ന് ഈ മാസം? കർത്താവേ, ഒരു 10 ലക്ഷം കളക്ഷൻ കിട്ടി കർത്താവേ ഈ മാസം, ഈ ആഴ്ചയിൽ. എന്നാ പിന്നെ ഇങ്ങോട്ട് എടുത്തേക്ക്, എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോവുകയാണോ കാശൊക്കെ? നീയൊക്കെ എൻ്റെ കർത്താവിന്റെ പേരിൽ അടിച്ചു മാറ്റി എൻ്റെ കർത്താവിനെയാ നീ വിറ്റ് കാശാക്കുന്നേ. എടാ, നിനക്കൊന്നും കർത്താവല്ലായിരിക്കാം, എനിക്ക് കർത്താവാടാ, എനിക്ക് എരിവുണ്ട്. മനസ്സിലായോ? എനിക്ക് എരിവുണ്ട്, എൻ്റെ കർത്താവാ. ഷിജിൻ ജെ ജോൺസൺ, പാസ്റ്റർ കൂട്ടങ്ങളെ അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞു. കർത്താവ് ചാട്ടവാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ ചാട്ടവാറിന് തന്നെ അടിക്കേണ്ട സമയം കഴിഞ്ഞു. കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു അറുതി വരുത്തണം. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നേ, കണ്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നേ. എത്രയെന്ന് പറഞ്ഞാ കണ്ടിരിക്കുന്നേ? ഏതവനാ ഉള്ളത് ഉൾക്കാഴ്ചയ്ക്ക് വേദനയുള്ളത്? എടാ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പൊട്ടന്മാരെ, നിനക്കൊക്കെ എവിടെയാടാ കർത്താവിനോട് സ്നേഹം? എടാ, നിന്റെ അപ്പനെ വെച്ചിട്ടല്ലേടാ കാശുണ്ടാക്കാൻ പിരിവ് നടത്തുന്നത്, കച്ചവടം നടത്തുന്നത്? നിന്റെ കൊച്ചുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരുത്തൻ കയ്യും കാലും ഒക്കെ കെട്ടി വെച്ചിട്ട് അവിടെ കൊണ്ട് വഴി കൊണ്ടിരുത്തിയിട്ട് ഭിക്ഷ എടുത്തോണ്ടിരിക്കുമ്പോൾ നീ അതിലെ കൂടി നടന്നു പോയിട്ട് എൻ്റെ കൊച്ചിനെ വെച്ച് ഭിക്ഷ എടുക്കുവാണോ? ആണോ ചേട്ടാ, ഭിക്ഷയൊക്കെ എടുത്തുമ്പോൾ വൈകിട്ട് വീട്ടിൽ കൊണ്ട് വിടണേ എന്ന് നീ പറയുവോ? എന്ന് നീ പറയുവോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. ഞാൻ വൈകിട്ട് നീ നടന്നു പോകുന്ന വഴി നിന്റെ കൊച്ചിനെ ഒരുത്തിന് എടുത്തോണ്ട് പോയിട്ട് അവിടെ കൊണ്ട് ഭിക്ഷ എടുക്കാൻ ഇരിക്കുക, കയ്യും കാലും കെട്ടി വെച്ചിട്ട്. അമ്മ തായേ, പച്ചയ്ക്ക് തേ, പൗടുക തായേ എന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കാൻ വെച്ചിരിക്കുമ്പോൾ നീ അതിലെ കൂടി നടന്നു പോയപ്പോഴത്തേക്കും നിന്റെ കൊച്ചിനെ വെച്ച് ഭിക്ഷ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ചേട്ടാ എന്തു പറ്റി? അതെ, വീട്ടിൽ ഉപജീവിക്കാൻ വരുമാനമൊന്നുമില്ല, അപ്പം കുഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ കുഞ്ഞിയാണ് കിട്ടിയത്, അതുകൊണ്ട് ഇവിടെ വെച്ച് ഭിക്ഷ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വൈകിട്ട് കൊണ്ട് വിട്ടേക്കാം ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കാര്യം, കുറച്ച് വൈകിട്ട് കഴിയുമ്പോഴത്തേക്ക് വിട്ടേക്ക് എന്ന് നീയൊക്കെ പറയുമോ? അവൻ്റെ കയ്യും കാലം ഒടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചോണ്ട് വരത്തില്ലേ നീയൊക്കെ? അപ്പൊ നിനക്കൊക്കെ നിന്റെയൊക്കെ സ്വാർത്ഥം, നിന്റെയൊക്കെ മക്കളെയോ നിന്നെയൊക്കെയോ വെച്ച് വല്ലവനൊക്കെ കച്ചവടം ചെയ്താൽ നിനക്കൊക്കെ കൊള്ളും. പക്ഷെ നിന്റെ കർത്താവിനെ വെച്ച് കച്ചവടം ചെയ്യുമ്പോഴും ഏതവനോ ആരുടെയോ കൊച്ചിനെ, ഏതവനോ കർത്താവിനെ വെച്ച് കച്ചവടം നമുക്കെന്താ എന്ന് നീ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വൃത്തികെട്ട വർഗത്തിന്റെ കൂട്ടത്തിൽ എന്നെ കൂട്ടാൻ പറ്റില്ല. ഞാൻ വ്യത്യസ്തമായി പോയി. ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ടിരിക്കാനായിട്ട്. ആ കാലം മുതൽ ഈ കാലം വരെയും റീന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സെയിം സ്വരം തന്നെയാണ്, മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല, ഇനി മാറ്റി പിടിക്കത്തുമില്ല. കാരണം എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം അത്രത്തോളം ഉണ്ട്.
ഇത് കണ്ടിരിക്കാനൊന്നും ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് കൂടുതലാണ്. യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയി വെട്ടി തീർത്തോക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ കൈവെള്ളയിലാ വല്ലവന്മാരും ഇതുപോലെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ചാണകം കലക്കിക്കൊണ്ട് അവൻ്റെയൊക്കെ മോന്തയ്ക്കകത്ത് പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ട് ഞാൻ കയറ്റും. സുപ്രീം കോടതി കൊണ്ടുവരെ ഈ ബൈബിളും വെച്ചിട്ടല്ലേ കച്ചവടം ചെയ്യുന്നത്. ഈ ബൈബിളിന് എവിടെയാണ് കർത്താവിനെ വെച്ച് കച്ചവടം ചെയ്യാൻ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വചനസഹിതമാകത്തുള്ളൂ. അവനെ കയറ്റേണ്ട അടുത്തൊക്കെ ഞാൻ കയറ്റും. ഈ പെന്തക്കോസ് സഭയെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അലക്കുമായിരുന്നു. നാട്ടിലായിരുന്നെങ്കിൽ എനിക്കതിനുള്ള അവസരം കിട്ടാതെ പോയി. മനസ്സിലായോ? മനസ്സിലായോ? പണിയെടുത്ത് ജീവിക്കേണ്ടവന്മാർ പണിയെടുത്ത് ജീവിക്കണം. അല്ലാതെ ദൈവവചനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ മുക്കിലും മൂലയിലും മതപരിവർത്തനം നടത്തി ഹിന്ദുക്കൾ മാത്രമേ സ്വർഗത്തിൽ പോകാവൂ ഇവർക്ക്. നീയൊക്കെ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോകാത്ത എന്താ? വിവരം അറിയില്ലേ? മുസ്ലിങ്ങൾ പാവപ്പെട്ടവരില്ലേ? എല്ലാവരും പണക്കാരാണോ? ഹിന്ദുക്കളിൽ പാവത്തുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നയാ ബന്ധക്കോസുകാര്. അപ്പം മുസ്ലിങ്ങളോ എല്ലാവരും പണക്കാരാണോ? അവരുടെ പാവത്തുങ്ങളൊന്നുമില്ല. എന്തേ അവരുടെ വീട്ടിൽ പോയി അവരെ ഒന്നും രക്ഷിക്കപ്പെടുത്തൂടെ? അവരെ ഒന്നും കർത്താവിനെ അറിയണമെന്നില്ലേ? താല്പര്യമൊന്നുമില്ലേ? വിവരം അറിയല്ലേ? അല്ല, മുസ്ലിമിനെ വീട്ടിൽ പോയാൽ നീയൊക്കെ വിവരം അറിയല്ലേ? കണ്ടം വഴി നീയൊക്കെ ഓടുമല്ലേ? ഹിന്ദുവിനെ ആകുമ്പോൾ പറ്റിക്കാൻ എളുപ്പമല്ലേ? കൊള്ളാം, സൂപ്പർ. അപ്പൊ ഹിന്ദുവിനെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് കണ്ടതുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ നീയൊക്കെ നുഴഞ്ഞു കയറിയതുകൊണ്ട് ആ സംഘപരിവാർ എഴുന്നേറ്റ് താണം മുട്ടിയാ ചേരയും കടിക്കണമല്ലോ. അണം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞാൽ കടിക്കണമല്ലോ. അവരുടെ വീടുകളിൽ കയറി ഇറങ്ങണ്ട. മുസ്ലിങ്ങളുടെ വീടുകളിൽ കഴിഞ്ഞാൽ അവൻ ഏതവന്റെ വീട്ടിൽ കയറുന്നു അവൻ ഡയറക്റ്റ് നിന്നെ കണ്ട വഴിക്ക് ഓടിക്കും. മനസ്സിലായോ? പക്ഷെ ഹിന്ദുവിന്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അങ്ങനെയായി ഇരു കൈയും വീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നതാ സഹോദരി. ആണോ? ശരി, പ്രാർത്ഥിക്കും. കാരണം യേശുവെ ദൈവമായിട്ടാ കാണുന്നേ. യേശുവിനെ ദൈവമായിട്ട് കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ കണ്ടുവച്ചിരിക്കുന്ന ആ വിശ്വാസം നീയൊക്കെ മുതലെടുക്കുകയാണ്. എടാ വൃത്തികെട്ടവന്മാരെ, അവരുടെ വിശ്വാസത്തെ നീയൊക്കെ മുതലെടുക്കാൻ ചെല്ലുകയാണ്. മനസ്സിലായോ? പക്ഷെ മേത്തന്റെ വീട്ടിൽ പോയാലേ വിവരം അറിയും. അവൻ കണ്ടുവച്ചിരിക്കുന്നത് വെറും കേവലം മുഹമ്മദിനേക്കാളും താഴെയായിട്ടാ. അങ്ങനെയുള്ളവൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ യേശുവിൻ്റെ ക്രിസ്ത്യൻ്റെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കട്ടെ സഹോദര, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറയും അവൻ നിന്നെ വേണമെങ്കിൽ തള്ളാഹു മാത്രം കുക്കുംബറാണ് എന്ന് വേണമെങ്കിൽ നിന്നെ പഠിപ്പിച്ച് വിടുമെന്നറിയാം നിനക്ക്. അപ്പൊ അവനെ രക്ഷിക്കപ്പെടുത്തണ്ട. ആഹാ, എന്നാ സ്നേഹം എന്നറിയോ പെന്തക്കോസുകാർക്ക്? ഹിന്ദുക്കളോട് മാത്രം പൊട്ടി ഒഴുകുന്ന സ്നേഹം. അങ്ങനെ ഒരു കൂട്ടരെ മാത്രം ടാർഗറ്റ് വെച്ചുള്ള ഇന്ത്യക്കകത്തുള്ള മതപരിവർത്തനം നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് ശക്തമായ നിയമനിർമ്മാണ സംവിധാനം കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യ മഹാരാജ്യം ഗതി പിടിക്കില്ല. കാരണം കച്ചവടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് ഇത് ബിസിനസ്സായി ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇതിനെ മുതലെടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് നോക്കുമ്പോൾ നല്ല വരുമാനം, ജോലിക്കും കൂലിക്കും പോകണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് കർത്താവ് നിന്നെ സൗഖ്യമാക്കും, ഓടി വരുവിൻ ശമ്പട പോ എന്ന് പറഞ്ഞിട്ട് മീറ്റിങ്ങുകളൊക്കെ വെച്ചിരിക്കുക. വലിയ ആൾക്കൂട്ടത്തെയൊക്കെ കൂട്ടി വരുത്തും, മീറ്റിംഗ് വെക്കും. ഇങ്ങനെ ആൾക്കൂട്ടത്തെ എല്ലാം കൂട്ടി വെച്ചിട്ട് മീറ്റിംഗ് വരുത്തിയിട്ട് തലയിൽ കൈവച്ച് സഹോദരാ ദൈവം നിന്നെ തൊടുകാൻ പോവുകയാണ്. ഉടനെ 2-3 ശിങ്കടികളെല്ലാം വെച്ചിരിക്കും പുറകില്. ഈ ശിങ്കടികൾക്ക് ഓൾറെഡി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആക്ഷൻ കാണിക്കണമെന്ന് പറഞ്ഞ് ശിങ്കടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെല്ലാം നോക്കുകുത്തികളെപ്പോലെ നോക്കിയിരിക്കുകയല്ലേ, സ്തോത്രം എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുമ്പോഴത്തേക്കും ആദ്യം ഈ ശിങ്കടി വരും. ഈ ശിങ്കടി വരുന്ന സമയത്ത് പാച്ചർ കൊണ്ടുപോയി എന്ത് ചെയ്യും? കൈ കൊണ്ട് ശിങ്കടിയുടെ മേൽ വെക്കത്തില്ല, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്ക് ശിങ്കടിക്ക് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ആക്ഷൻ കാണിക്കണമെന്ന് പറഞ്ഞു, അഭിനയിക്കണം, നാടകം കളിക്കണമെന്ന് പറഞ്ഞിട്ട്. നിന്റെയൊക്കെ തെരുവ് നാടകവും തെരുവ് കൂത്തുകളും കാണിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ വെച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ചെറ്റകള്. പറഞ്ഞു വെച്ചിരിക്കും ഓൾറെഡി. അപ്പൊ എന്ത് ചെയ്യും? ഉടനെ ഇവരെന്ത് ചെയ്യും? കൈ ഇങ്ങനെ വെച്ച് പാച്ചർ ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരത് കണ്ടു കഴിഞ്ഞോണ്ട് എന്ന് പറഞ്ഞ് ഇവർ തുള്ളും. ഇവർ തുള്ളുമ്പോഴത്തേക്കും അടുത്ത ആളൊക്കെ ഓരോരുത്തരായിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും അവൻ ചിന്തിക്കും അയ്യോ, അപ്പൊ ഇവനെ കൈവയ്ക്കുമ്പോഴത്തേക്കും അവൻ വീഴത്തില്ല. അപ്പൊ അവൻ ചിന്തിക്കും ഞാൻ വീഴാതെ പോയ എൻ്റെ മേലെ പിശാചാണെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാലോ. അപ്പൊ അവൻ എന്ത് ചെയ്യും? അടുത്ത നാടകം തുടങ്ങും. അതായത് ഹിപ്നോട്ടിസം മെത്തേഡ്. ഇതാണ് സഭകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഹിപ്നോട്ടിസം മെത്തേഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര വലിയ അപകടമാണ് നമ്മുടെ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ
വിരലിലെണ്ണാവുന്ന ക്രിസ്ത്യാനിയെ മതി. കർത്താവിന് കോടിക്കണക്ക് ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ജന്മങ്ങളെ കർത്താവിന് ആവശ്യമില്ല. യഥാർത്ഥവണ്ണം സത്യവചനം അറിഞ്ഞിട്ട് മറ്റുള്ളവനെ കർത്താവ് പഠിപ്പിച്ച പ്രവൃത്തിയിൽ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് സഹായകരമായിരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞായിട്ട് ജീവിക്കുന്ന ഒരുത്തിനെ കർത്താവിന് മതിയെന്നേ. മനസ്സിലായോ? നാടകത്തിൽ പണമുണ്ടാക്കി എൻ്റെ കർത്താവിന് നിനക്കൊക്കെ എത്രയെത്രയോ ദൈവങ്ങളുണ്ടടാ. പോയി നാടകം കളിച്ച് പണമുണ്ടാക്കുകയോ, നീ വേറെ വല്ല പണിക്കും പണം ഉണ്ടാക്കടാ. വൃത്തികെട്ടവന്മാരെ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട വർഗമേ, നിനക്കൊക്കെ കാശുണ്ടാക്കാൻ എത്രയെത്രയോ വഴികളുണ്ട്. നീയൊക്കെ കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗമായി കണ്ടിരിക്കുന്നത് എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിട്ടാണല്ലോ. എൻ്റെ കർത്താവിൻ്റെ ആ വിലമതിക്കാത്ത മാണിക്യത്തെ വെച്ചുകൊണ്ട് നീ നടത്തുന്ന കച്ചവടം ഉണ്ടല്ലോ. ആ വില മതിക്കാൻ കഴിയാത്ത മാണിക്യത്തെ വെച്ച് നടത്തുന്ന കച്ചവടം, അതാവുമ്പോൾ നല്ല വില കിട്ടും. ആ മാണിക്യത്തെ കാണിച്ചു കൊടുത്താൽ നല്ല വില കിട്ടും. മാധവിമാർക്ക് നല്ല വൃത്തിയാണെന്ന് അറിയാം. അതുകൊണ്ട് ആ മാണിക്യത്തിന്റെ പേരിൽ ആളെ വിളിച്ചു കൊടുത്തി കച്ചവടം നടത്തുന്നത് മുഴുവനും. മനസ്സിലായോ? അങ്ങനെ കർത്താവിന്റെ പേരും പറഞ്ഞ് നടത്തുന്ന കൊള്ളയും അനീതിയും ഹിന്ദുക്കളെ ചൂഷണം ചെയ്ത് നീയൊക്കെ എത്രമാത്രം ഇന്ത്യക്കകത്ത് ഹിന്ദുക്കളെ ചൂഷണം ചെയ്തിരിക്കുന്നു. ഒരു കാലത്ത് ഹിന്ദുക്കൾ ഇന്ത്യക്കകത്ത് മിഷണറിമാർ വന്നു നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷെ പിന്നീട് മിഷണറിമാരെന്നും ചാരിറ്റി എന്നും പേര് പറഞ്ഞ് ഇന്റർനാഷണലിൽ നിന്നും പണം മുഴുവനും ഇവന്മാർ കൊള്ളയടിക്കുക. പാവം ഹിന്ദുക്കളുടെയും ആദിവാസികളുടെ എല്ലാം വീടുകളിൽ പോയി ഫോട്ടോ എടുക്കും, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, അവരുമായിട്ട് പ്രാർത്ഥനാ കൂട്ടായ്മകൾ മീറ്റിംഗ് നടത്തുന്നതൊക്കെ ഫോട്ടോ എടുക്കും. എന്നിട്ട് നേരെ അങ്ങ് അയച്ചു കൊടുക്കും വിദേശ രാജ്യങ്ങളിലേക്ക്. അവിടെയുള്ളവരിൽ നിന്നും ഡോളറുകൾ അടിച്ചു മാറ്റും. അത് കൊണ്ടുവന്ന് സ്വന്തം കീശയ്ക്കകത്തിട്ട് സുഖിച്ചു പുളയ്ക്കും. ഈ ഹിന്ദുക്കളെ വെച്ച് കാണിച്ച് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആസ്തികൾ ഇന്ന് പാച്ചർമാരെന്ന് പറയുന്ന ഓരോരുത്തന്റെയും വരുമാനം ഒന്ന് തിരക്കിയാലുണ്ടല്ലോ ഞെട്ടിപ്പോകും നിങ്ങൾ. ഏതൊരു പാച്ചറിന്റെയും ആണെങ്കിലും അവന്റെ സഭയിലെ വിശ്വാസിയെക്കാളും കൂടുതൽ വരുമാനം അവനാ. എവിടുന്നാ ജോലിക്കും കൂലിക്കും പോകാത്തവന് വരുമാനം? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഈ ചെറ്റകളെ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഈ ചെറ്റകളെ കൊള്ളയടിക്കുന്നവന്മാരെ അഴിച്ചുവിട്ടിരിക്കുവാണോ? കൊള്ളക്കാരന്മാരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും കണ്ണി കാണത്തില്ല. ഇതൊന്നും നിയമപരമല്ലേ? നിയമമാക്കിക്കൂടെ ഇതൊന്നും? ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ കൊള്ളയടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ബാങ്കിൽ കയറി കൊള്ളയടിച്ചാൽ മാത്രമാണത് കൊള്ള? പറഞ്ഞു പറ്റിച്ചൊരുത്തിനെ കൊള്ളയടിക്കുന്നതും കൊള്ളയല്ലേ? വഞ്ചനയല്ലേ? കർത്താവിന് കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പേരും പറഞ്ഞ് കർത്താവിന് കൊടുപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് ബക്കറ്റ് പിരിവുകൾ നടത്തുന്നതിന്റെ പേര് കൊല്ലയല്ലേ? ശ്രീജിൽ കെ മാണി, തീർച്ചയായിട്ടും ഈ മതപരിവർത്തനം നിർത്തലാക്കുക മാത്രമല്ല, ഈ തെരുവിൽ കർത്താവിനെ വെച്ചുകൊണ്ട് ആളെ കൂട്ടി വരുത്തുന്ന ഈ വൃത്തികെട്ട പരിപാടിയും കൂടി നിർത്തണം. ഈ തെരുവിൽ ഇവന്മാര് രോഗസൗഖ്യം എന്നുള്ള പേരിലും അത്ഭുത രോഗസൗഖ്യം, രോഗശാന്തി, വിടുതലും എന്ന് പറയുന്ന പേരിൽ കൺവെൻഷൻ നടത്തുന്നില്ലേ? ഈ കൺവെൻഷൻ നടത്തുന്ന വൃത്തികേടുകളും നിർത്തലാക്കണം. ഹിന്ദുക്കളുടെ പണം മുഴുവനെയും അടിച്ചു മാറ്റിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാത്. കാരണം മനുഷ്യന്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ്. അവന്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യുകയാണ്. രോഗസൗഖ്യം ഒരുവൻ ആവശ്യമാണ്. കടഭാരം മാറുക എന്ന് പറയുന്നത് അവന്റെ ആവശ്യമാണ്. അവന്റെ വേദനകളെയും അവന്റെ ബുദ്ധിമുട്ടുകളെയും അവന്റെ കഷ്ടപ്പാടിനെയും ചൂഷണം ചെയ്ത് അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ഈ വൃത്തികെട്ടവന്മാരെ സമൂഹത്തിൽ നിലക്കി നിർത്തണ്ടേ? ക്രിസ്ത്യാനി എന്നുള്ള പേരിലാവുമ്പോൾ എന്ത് ചെറ്റത്തരവും കാണിക്കാവുന്നതാണോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റീനയെ പിടിക്കത്തില്ല. കൂട്ടമായിട്ട് റീനയെ ആക്രമിക്കാൻ വരും. ആക്രമികൾ വരട്ടെ. ഇനി എത്ര കാലം ഇവർക്ക് തോപ്പിക്കാൻ പറ്റും? എത്ര കാലം എന്നെ ആക്രമിക്കാൻ പറ്റും? കുറേയൊക്കെ എന്നെ ആക്രമിക്കാൻ പല രീതിയിൽ നോക്കിയതാ, ഇതുവരെയ്ക്കും നടന്നില്ല. ഇത്രയും വർഷമായിട്ട് നടന്നില്ല. റീനയോട് എൻ്റെ ഹൃദയത്തിന്റെ വേദനയും എൻ്റെ ഹൃദയത്തിന്റെ ഭാരവും എന്തിനെക്കുറിച്ചാണെന്നുള്ളത് എന്നെ കേൾക്കുന്നവരും എന്നെ മനസ്സിലാക്കുന്നവർക്കും മനസ്സിലാകും. മനസ്സിലായി? ജോലിക്കും കൂലിക്കും പോകാതെ തിന്ന് സുഖിച്ചു പുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവിന്റെ നാമത്തെ വിറ്റ് ഓരോ സെക്കൻഡുകളിലും അത് എവിടെയൊക്കെ കൊണ്ടുപോയി നടന്നു വിൽക്കാൻ പറ്റുമോ അവിടെയെല്ലാം നടന്നു വിറ്റ് കാശാക്കുന്നവന്മാര്. ഇവനെയാണോ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? ഇവന്മാരാണോ ക്രിസ്ത്യാനികള്? ലജ്ജിച്ച് തലതാഴ്ത്ത് ക്രിസ്ത്യാനി സമൂഹമേ.
ക്രിസ്ത്യാനി എന്ന പേരിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ പരമചെറ്റകളെ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തണം. കാരണം ഇവന്മാർക്ക് കർത്താവല്ല വലുത്, കാശാണ് വലുത്, മാമോനാണ് വലുത്. അതിനുവേണ്ടി നടത്തുന്ന കൊള്ളയും കച്ചവടവുമാണ് ഈ കാണിക്കുന്നത് മുഴുവനും. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നിയമങ്ങൾ കർശനമാക്കണം. ഇന്ത്യ സമൂഹത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അവനവന്റെ കാര്യം നോക്കി ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ കർശനമാക്കണം. എല്ലാവർക്കും സമാധാനത്തോട് ജീവിക്കണ്ടേ? എടാ, ഹിന്ദുക്കളെ പറ്റിച്ച് പിഴിഞ്ഞ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഏത് വഴിയിലാണെങ്കിലും ഇവർക്ക് കാശാ. വിദേശ രാജ്യങ്ങളിൽ ഫോട്ടോയും അതും ഇതും അതെല്ലാം അയച്ചു കൊടുത്ത് ഒരു ഭാഗത്ത് കാശ്. എത്രയെന്ന് പറഞ്ഞ് സഹിച്ചുകൊണ്ടിരിക്കണം. സംഘപരിവാറുകാര് പിന്നെ കാശ് മേടിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും തോന്നും സംഘപരിവാറിന് വേണ്ടി റിയസഭയ്ക്ക് അവർ പൈസ കൊടുക്കുന്നുണ്ടെന്ന്. അയ്യോ, അങ്ങനെ ഏതെങ്കിലും സംഘപരിവാറിനെ അറിയാമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി എനിക്ക് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. പൈസ ഇല്ലാതെയും ഞാൻ അവർക്ക് വേണ്ടി പണിയെടുത്തോളാം. നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ 10 കാര്യം ഇങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തോളാം. ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യേണ്ട പണി നിങ്ങളൊന്ന് ചെയ്തു തരുമോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സംഘപരിവാറുകാരെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നെ? എനിക്കേ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇവന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കണമെന്നുണ്ട് ഈ വൃത്തികെട്ട വർഗങ്ങളെ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമുണ്ട്. കാരണം ഇന്ത്യ മഹാരാജ്യം എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്. ഒരു കൂട്ടരെ അടിച്ചുമാറ്റി ജീവിക്കാം. കൈക്കും കാലിനും ആരോഗ്യമുള്ളവന്മാരല്ലേ എല്ലാവന്മാരും. എടാ, പണിക്ക് പോയി ജീവിക്കട്ടെ. എൻ്റെ കർത്താവിന് ഇങ്ങനെ ആരും സഭ പണിയണ്ട. എൻ്റെ കർത്താവിന് ഇങ്ങനെ ആരും ഒരുത്തനും സഭ പണിത് കൊടുക്കണ്ട. നീയൊക്കെ സഭ ആർക്ക് വേണ്ടിയിട്ടാണ് നീ പണിയുന്നത്? എടാ, നീയൊക്കെ സഭ പണിയാൻ കർത്താവിൻ്റെ രാജ്യത്തെ പണിയുവാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവിൻ. എന്ത് വേല കർത്താവ് ചെയ്തു? കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ഇവർ പാടുന്നൊരു പാട്ടുണ്ട്. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. അതെ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും പല വേലകളും ഞങ്ങൾ ചെയ്യും നിന്റെ പേരിൽ. തിരുനാമവും ധരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യും ക്രിയകൾ. ഞങ്ങൾ കർത്താവിന്റെ നാമം വെച്ച് കുറെ കൈക്കരുത്തും കാൽക്കരുത്തും ഒക്കെ കാണിക്കും. ടൂ എന്ന് പറഞ്ഞ പല ക്രിയകളും ഞങ്ങൾ കാണിക്കും. എന്തിതോടെ പറയുന്നുണ്ട്. എത്ര കൃത്യമായിട്ടാണ് പാടുന്നത്. കർത്താവിനോട് പറയുക, കർത്താവ് നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഞങ്ങൾ കുറച്ച് എന്നിട്ട് പറയാണ് നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പിന്നെ ഈ ക്രിയകളും ഈ കൈക്കരുത്തും ഒക്കെ കാണിച്ച് കർത്താവിന്റെ പേര് നാറിക്കിടക്കുക, അല്ലാതെ നാമം മഹത്വപ്പെട്ട് കിടക്കുകയല്ല. കർത്താവ് പിടിച്ചു പറിക്കാരനായി. ഇപ്പം കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നവന് കർത്താവ് പറഞ്ഞു എന്തുവാ, ഞാൻ സൗജന്യമായി തന്നു, നിങ്ങൾ സൗജന്യമായി കൊടുപ്പിനെന്ന് പറഞ്ഞു. പാച്ചറിൻ്റെ അടുത്ത് പോയ പാച്ചർ വരെയും കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിന്നെ 100 മടങ്ങ് അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. കർത്താവിന് നീ കൊടുക്ക്, നിന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്ക്. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ലജ്ജ തോന്നുന്നു പ്രിയ സഹോദരൻ. നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയായിരുന്നിട്ടൊരു ലജ്ജ തോന്നുകയാണ് ഇവന്മാരുടെ ഉഡായിപ്പ് പറയുമ്പം. ഒരു പാച്ചർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്, നീ കർത്താവിന് കൊടുക്കാൻ സമയമായി, കൊടുക്ക്. അപ്പം നിന്റെ കയ്യിൽ പച്ചരെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല പച്ചരെ, എന്നാ നിന്റെ കയ്യിലുള്ള മോതിരം കൊടുക്ക്. അയ്യോ, എൻ്റെ ഭർത്താവ് ചോദിക്കണം പച്ചരെ. അപ്പൊ കർത്താവ് പറയുമെന്ന് അവൻ്റെ അടുത്ത്, എന്നാ പിന്നെ എനിക്കും ചോദിക്കണം നിന്നെ സൗഖ്യമാക്കണോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട് പറഞ്ഞു പറ്റിക്കുന്നുണ്ടോ? അതായത് നിനക്ക് സൗഖ്യം ഞാൻ തരത്തില്ലേ, കർത്താവ് പറയുക എന്ന് പറയുന്ന രീതിയിലാവും പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിനക്ക് ഞാൻ സൗഖ്യം തരത്തില്ല, കയ്യിൽ കാശില്ലെങ്കിൽ കൈ കിടക്കുന്ന മോതിരം ഊരിയിട്ട് കൊടു, അതിട്ട് കൊടുത്താൽ നിനക്ക് സൗഖ്യം തരും. ഇല്ലാതെ ഓസിന് വന്ന് സൗഖ്യം മേടിച്ചോണ്ട് പോകാമെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ നടക്കത്തില്ല. നീ വില കൊടുക്കണം. എങ്ങനെയുണ്ട് പഠിപ്പിക്കല്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിയായിരുന്നിട്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ സമൂഹത്തിലാണല്ലോ ഈ വൃത്തികെട്ടവന്മാർ വളർന്നു വേരൂന്നി വൃക്ഷമായി നിൽക്കുന്നത്. വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്.
ഏ നിങ്ങളുടെ സമൂഹത്തിലല്ലേ ഇവന്മാർ വളർന്നു വളർന്നു വളർന്ന് വൃക്ഷമായി നിൽക്കുന്നത്? ഏതവൻ കണ്ടിട്ട് പ്രതികരിച്ചു? അവൻ്റെയൊക്കെ സഭയിലേക്ക് ഇന്നും ആളുകൾ ഒഴുകി ഒഴുകി പോകുമ്പോഴത്തേക്കും ഒരുത്തിന് നട്ടലുണ്ടോ ആ സഭയുടെ മുൻവശത്ത് പോയി നിന്നിട്ട് ചോദിക്കാനായിട്ട്? ഇവിടെ എന്തിനാ നീ ബക്കറ്റ് ഉരു നടത്തുന്നത്? എന്തിനാ നീ സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവിശേഷം പറഞ്ഞിട്ട് പോടാ, ബക്കറ്റ് ഉരു എന്തിനാടാ അവിടെ നടത്തുന്നത് എന്ന് ചോദിക്കാൻ അറിയത്തില്ലേ? ഏതവനുണ്ട് ചോദിക്കാൻ? അത്രത്തോളം നാട്ടിൽ കച്ചവടം കച്ചവടം കച്ചവടം. എവിടെ നോക്കിയാലും തിരിഞ്ഞാലും, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും, എവിടെ തിരിഞ്ഞാലും എല്ലായിടത്തും യേശുവുമുണ്ട്, ബക്കറ്റുമുണ്ട്, യേശുവുമുണ്ട്, വഞ്ചിയുമുണ്ട്, യേശുവുമുണ്ട്, പിരിവുമുണ്ട്. ബൈബിൾ എന്ന് പറയുന്ന തുറന്നു വെച്ച് 2 പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രക്കാഴ്ചയും പിരിവുമായി കഴിഞ്ഞു. ഇത് എന്തുവാ നടക്കുന്നേ? മറ്റു സഭകളിൽ മറ്റു മനുഷ്യരും സമൂഹത്തിൽ ജീവിക്കുവല്ലേ? എല്ലായിടത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. മനുഷ്യകുലം ഇന്ന് ഭൂമി ജീവിക്കുകയല്ലേ? എടാ, നിനക്കൊന്നും കൈക്കും കാലിനും ആരോഗ്യം ദൈവം തന്ന പണിക്ക് പോയി ജീവിച്ചുകൂടെ? നീയൊക്കെ കർത്താവിന്റെ പേരിൽ കൊള്ളയടിച്ചാൽ കോടികൾ കൊള്ളയടിക്കാൻ പറ്റുന്നേ. അതാണ് രസം. ഇന്ന് കർത്താവിന്റെ പേരിൽ കൊള്ളയടിച്ചാൽ കോടികൾ കൊള്ളയടിക്കാൻ പറ്റും. മറ്റു ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഉപജീവന മാർഗത്തിന് അന്നതിനുള്ള അന്നതയെ കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. കർത്താവിന്റെ പേരിൽ നടത്തുന്ന കൊള്ളയാകുമ്പോഴത്തേക്കും കോടികൾ 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 കൊള്ളയടിച്ചോണ്ട് പോകാൻ പറ്റും. എല്ലാവൻ്റെയും പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വരുമല്ലേ? ഇത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ത്യക്കകത്ത്. ഇത് മാറ്റപ്പെടണം. നാൾക്ക് നാൾ ഇതിങ്ങനെ രൂക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് മാറ്റപ്പെടണം. ഇത് സമൂഹത്തിൽ വിഷമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റപ്പെടണം. ക്രിസ്ത്യാനിയായിട്ട് സമൂഹത്തിൽ പടർന്ന് പന്തലിച്ച് അങ്ങ് നിൽക്കണമെന്നും കർത്താവിന് താല്പര്യമൊന്നുമില്ല. കർത്താവിന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ മതം ഇങ്ങനെ ലോകത്ത് മുഴുവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാനും നൽകാൻ താല്പര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞത്, നിന്നിലൊക്കെ ചെയ്ത പ്രവർത്തികൾ ഞാൻ സോദിലും സീദോനിലും ചെയ്തിരുന്നെങ്കിൽ അവർ എന്നേ റെട്ടിലും വെണ്ണീറിലും വീണ് മാനസാന്തരപ്പെട്ടേനെന്ന. നിന്നെയൊക്കെക്കാളും ഈ ഹിന്ദുക്കൾ എത്രയോ ഭേദം. നീയൊക്കെ ദൈവത്തെ അറിഞ്ഞ് കച്ചവടം ചെയ്ത് ദൈവത്തെ പറ്റിച്ചും ഒരു കൂസലുമില്ലാതെ നീയൊക്കെ ജീവിക്കുന്നു. എന്നിട്ട് നീയൊക്കെ പറയുന്ന ഒരു വിഗ്രഹാരാധികള്, അവർ നരകത്തിൽ പോകാനിരിക്കുന്നവര്, ദൈവത്തെ വിറ്റ് കാശാക്കുന്ന നീയൊക്കെ സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നതും. എടാ, ദൈവമെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഇത് പറയുന്നത് യേശു എന്ന് കേട്ടാൽ പോലും ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടുകൂടി യേശുവിനെ ഉൾക്കൊള്ളാനിരിക്കുന്ന ആ പാവത്തുങ്ങളെയൊക്കെ നിനക്കൊക്കെ പുഗ്നം നിനക്കൊക്കെ. ഏതെങ്കിലും ഹിന്ദു യേശു ക്രിസ്തുവിനെ പുച്ഛിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതിന് മുതലെടുക്കുകയല്ലേ നീ? യേശുവിനെതിരെ പുച്ഛിച്ച് അവൻ പറയില്ല എന്നുള്ളത് നീ മുതലെടുക്കുക. പക്ഷെ നീ ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പോയാലോ, അവൻ നിന്നെ പരിഹസിച്ച് നാറ്റിച്ച് കളിയാക്കി അവന്റെ തള്ളാകുവാണ് ദൈവമെന്ന് നിന്നെ പറയിപ്പിച്ച് വേണമെങ്കിൽ നിന്നെ മതപരിവർത്തനം ചെയ്യുന്ന നിനക്കറിയാം. അതുകൊണ്ടാണ് നീ അവന്റെ ഇടയിലേക്ക് പോകാത്ത. അപ്പൊ ഹിന്ദുവിനെ മുതലെടുപ്പോ അല്ലെ? മുതലെടുപ്പ് രാഷ്ട്രീയം. ഇതിനെല്ലാം ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും BJP സർക്കാർ ഇന്ത്യ ഭരിക്കണം പ്രിയ സഹോദരങ്ങൾ. എൻ്റെ മനസ്സിൽ നിറഞ്ഞൊരാഗ്രഹമാണ് വീണ്ടും ഇന്ത്യ ഭരിക്കണം. BJP സർക്കാർ ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെയെങ്കിലും ഈ വൃത്തികെട്ട സമൂഹം കർത്താവിനെ വിറ്റ് കാശാക്കുന്നതിന് ഒരു അറുതി വരുത്താനായിട്ട് കഴിയുമെങ്കിൽ അത്രയ്ക്കും സന്തോഷം എന്നുള്ളത് കൊണ്ടാ. ദൈവത്തിനെ ഭയപ്പെടുന്നതാണ് ജ്ഞാനം. അതാണ് ഹിന്ദുക്കളിൽ സജി തീർച്ചയായിട്ടും ദൈവത്തെ ഭയപ്പെടുക. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, യഹോവയെ ഭയത്തോട് സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ എന്നാ പറഞ്ഞത്. ഈ ഹിന്ദുക്കൾക്ക് ആ ഭയപ്പാടുണ്ടെന്നേ. അവർക്ക് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാന്നേ. ആ ഇഷ്ടത്തെയും സ്നേഹത്തെയും ഇവന്മാർ മുതലെടുക്കുകയാണ്. അതുകൊണ്ട് ആ പാവങ്ങളെ പറ്റിച്ച് ഇവന്മാർ കാശുണ്ടാക്കുന്നത്. ഞാൻ ഈ സംഘപരിവാറിനും ഈ BJP സർക്കാരിനൊക്കെ സപ്പോർട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും, റീന എന്തിനാ ഈ BJP സർക്കാർ? അവരൊക്കെ അവർ മനുഷ്യരല്ലേ? അവരിൽ നന്മയില്ലേ? അവർ മനുഷ്യരല്ലേ? അവരെത്ര വെറുക്കാൻ മാത്രം അവർക്ക് എന്തോ കുഴപ്പം എന്തുവാ? അല്ലെ, ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് കൊണ്ടുവരണം. അതിന് നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. അവരെ ഹിന്ദുക്കളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അവരെ വെറുക്കാൻ മാത്രം എന്നാ കുഴപ്പമിരിക്കുന്നേ? സ്റ്റാറ്റസിന് പിടിക്കുന്നില്ലയോ? നിങ്ങൾക്കാർക്ക് സ്റ്റാറ്റസിന് പിടിക്കുന്നില്ലയോ ഹിന്ദുക്കളെ? അങ്ങനെ സ്റ്റാറ്റസിന് പിടിക്കുന്നില്ലെങ്കിൽ യൂറോപ്പിൽ പോയി ജീവിരും നീയൊക്കെ.
എന്തിനാ നീ ഹിന്ദുക്കളുടെ രാജ്യത്തുനിന്ന് നിനക്ക് നിന്റെ സ്റ്റാറ്റസിന് ഒത്ത് ഹിന്ദുക്കളെല്ലാം മതപരിവർത്തനം നടത്തി നിന്റെ സമൂഹത്തിൽ എത്തിയാൽ മാത്രമേ നിന്റെ സ്റ്റാറ്റസിന് പിടിക്കത്തുള്ളൂ. അതാണല്ലോ സഭയിലും നീ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജാതി വർഗവും ജാതി തിരിവൊക്കെ എവിടെയാ കിടക്കുന്നതെന്നറിയാമോ? പെന്തക്കോസുകാരില്. രക്ഷിക്കപ്പെട്ടു വന്നവരാ, സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവരാ. രക്ഷിക്കപ്പെട്ടു വന്ന് സ്വർഗത്തിൽ പറക്കാനിരിക്കുന്ന വർഗങ്ങളാ. ഏറ്റവും കൂടുതലും ജാതി എവിടെയാ കിടക്കുന്ന ജാതി ഇത് ഹിന്ദുക്കളിലുള്ള ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവൻ ഹിന്ദുവിനെ എന്നുള്ള ഏറ്റവും താഴേക്കടയിലെ സമുദായത്തിലുള്ള ഒരുത്തനെയും കെട്ടത്തില്ല. ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ അച്ചായ പറ്റത്തില്ല അച്ചായേ, അവരെയൊക്കെ പോയി കെട്ടാൻ പറ്റുമോ? വേണ്ട അച്ചായ, അത് ശരിയാകത്തില്ല. വല്ല വേണമെങ്കിൽ വല്ല എന്ത് പറഞ്ഞ ലാറ്റിൻ കാത്തലിക്കുകാർ വല്ലതും കെട്ടിപ്പോന്നേ പൊടി. നമ്മൾ വാർത്തവുമായി രക്ഷിക്കപ്പെട്ട് വന്നിട്ട് നമുക്ക് ഇതിനൊക്കെ അയ്യോ നമ്മുടെ പാരമ്പര്യമൊക്കെ ഇട്ട് കളഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഇതിനകത്തിരുന്നിട്ട് വേണ്ട അച്ചായ, ഒരു ഓർത്തഡോക്സിൽ വല്ല പെണ്ണുണ്ടെങ്കിൽ നോക്കച്ചാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യച്ചാ, വല്ല റോമൻ കാത്തലിക്കുന്ന വല്ല പെണ്ണും വന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ നോക്കച്ചാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛനൊരു കാര്യം ചെയ്യും, കുറഞ്ഞതെങ്കിലും ഒരു എന്താ പറഞ്ഞ ലാറ്റിൻ കാത്തലിക് ആണെങ്കിലും കുറഞ്ഞു നോക്ക്. അല്ല നമുക്ക് വേണ്ട, ഹിന്ദുക്കളുടെ ഇടയിൽ നമുക്ക് വേണ്ട. ഇതല്ലേ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കൊണ്ടുവന്നതിന്റെ ഗുണം സഭയ്ക്കകത്ത്. ഏത് മാർത്തോമ നിങ്ങൾക്കറിയാമോ? തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ലക്കകത്ത് വെളുത്ത പാച്ചർ പ്രസംഗിക്കാൻ ആ സഭയ്ക്കകത്ത് വെളുത്ത പാച്ചർ ഉണ്ടെങ്കിലേ സഭയ്ക്ക് അധ്യക്ഷനായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. സഭയിൽ പാച്ചർ വരുമ്പോഴേ നോക്കും വെറുത്തതാണോ കറുത്തതാണോ മാർത്തോമെന്നാണോ രക്ഷിക്കപ്പെട്ടത് ഓർത്തഡോക്സ് എന്നാണോ രക്ഷിക്കപ്പെട്ടതെന്ന് നോക്കും. വല്ല ഹിന്ദു സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന പാസ്റ്റർമാരാണെങ്കിൽ തിരുവല്ല സഭകളിൽ ഇരുത്തത്തില്ല. ഹിന്ദു സഭകളിൽ രക്ഷിക്കപ്പെട്ടു വന്നവരാണെങ്കിൽ തിരുവല്ല സഭകളിലൊന്നും ഇരുത്തത്തില്ല. ആഹാ, എന്നാ സ്നേഹമെന്നറിയാമോ ഇവർക്ക്? സ്നേഹത്തിന്റെ മകുടങ്ങള്. കഥാവിൻ തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും എന്ന് പറഞ്ഞ് ഇങ്ങനെ മകുടങ്ങൾ പാട്ടുപാടി ആരാധിച്ചങ്ങ് പറക്കാനിരിക്കുക സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അന്ത്യകാലം അടുത്തിരിക്കുന്നു. ഈ വൃത്തികെട്ട സമൂഹമേ, ഇനിയും നിന്റെ മതവെറിയും ജാതിവെറിയും നിന്റെ ഈ വർഗീയതയൊക്കെ തോലയട്ടെ. മനുഷ്യനായിട്ട് നീയൊക്കെ ജീവിക്ക്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്ക്. നിനക്ക് ഇവരൊക്കെ ഈ ഹിന്ദു സംസ്കാരത്തിൽ കിടക്കുന്നവരും ഹിന്ദുക്കളും ഒക്കെ നിനക്കൊക്കെ താഴ്ജാതിയും പുറംജാതിയും നിനക്ക് ഇഷ്ടപ്പെടാത്ത വർഗവുമാണെങ്കിൽ പിന്നെ എന്തിനാടാ നീ അവൻ്റെയൊക്കെ വീട്ടിൽ കയറി അണ്ണാക്കിൽ കയറിയിട്ട് നീയൊക്കെ മതപരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് നിന്റെ സഭയ്ക്കകത്ത് പിടിച്ചിരുന്നത്? നിനക്ക് കോട്ടാനും പാടാനും ആളില്ലാത്തത് കൊണ്ട് സഭയ്ക്കകത്ത് ആളെ കൂട്ടാനോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ, നിന്റെയൊക്കെ സഭയ്ക്കകത്ത് ആളെ കൂട്ടാനാണോ? നിന്റെയൊക്കെ കൊട്ടാനും പാടാനും ബഹളം വെക്കാനും ഒക്കെ ആളെ കൂട്ടാനാണോ? പിന്നെ നീയൊക്കെ കിടന്ന് വീട്ടാന്തോറും കയറി ഇറങ്ങി നടന്ന് സുവിശേഷീകരണം നടത്തുന്നത്? ഈ പാവം ജനത്തെ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് അടിമകളെ പോലെ ഇരുത്തുന്ന എത്ര സഭകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? അവർക്ക് പായിട്ട് കൊടുക്കും മുൻവശത്ത് ആ പാവത്തുകൾ വന്നാൽ ഇരുന്നോക്കണം. വലിയ അച്ചായന്മാരും കൊമ്പത്തെ അമ്മാച്ചിമാരെല്ലാം ഷാറി എല്ലാം ഉടുത്തിട്ട് അവർ അച്ചായത്തി അമ്മമാരുടെ അടുത്തേ പോയിരിക്കത്തുള്ളൂ. കഷാരയിൽ പോയിരിക്കുമ്പോഴത്തേക്കും കൊച്ചേ അവിടെ മാറിയിരിക്കുന്നു ചേ, കൊച്ചേ ആ കഷാര ഒന്ന് നീട്ടിക്കോ ചേ, കൊച്ചേ അവിടെ മുമ്പട്ട് ചോദിച്ചേ. അച്ചായത്തി അമ്മമാരൊക്കെയാ. പിന്നെ പാച്ചർക്ക് കണ്ണ് മുഴുവനും അങ്ങ് അച്ചായത്തി അച്ചച്ചിമാരുടെയും അമ്മമാരുടെയും അപ്പന്മാരുടെ മേലെയൊക്കെ പോകത്തുള്ളൂ. ആ തറയിലിരുന്ന് കൊട്ടാനിരിക്കുന്ന പാവം ഹിന്ദുക്കളോടൊന്നും കാരണം പാസ്റ്റർക്ക് പിന്നെ നോട്ടം വരത്തില്ല. അവിടെ ഇരുന്നിട്ട് ആ മേളിലിരിക്കുന്ന അച്ചായന്മാരും അമ്മാച്ചിമാരും പിന്നെ മാർത്തോമയിലെ ചേച്ചിമാരും ചേട്ടന്മാരോട് മാത്രമേ പാച്ചറുടെ കണ്ണ് പോത്തുള്ളൂ, പ്രസംഗവും പോത്തുള്ളൂ. അമേരിക്കൻ അച്ചായോ, എന്തുണ്ട് അച്ചായോ, എന്നോടൊക്കെ ചായ സുഖമായിരിക്കുന്നോ? അവിടെ ചിലപ്പോൾ സുഗതനോ സുകുമാരനോ വല്ലം ഗൾഫിൽ നിന്ന് വല്ലം പോയിട്ട് വന്നതായിരിക്കും, അതിനാഴ്ച വല്ലം വന്നതായിരിക്കും. അച്ചായ പാച്ചർക്ക് വിളിച്ച് ചോദിക്കാൻ തോന്നത്തില്ല സുഗതൻ അച്ചായനോട് സുകുമാരൻ അച്ചായനോടും. സുകുമാരൻ അച്ചായോ, എന്നാ അച്ചായ ഗൾഫിൽ നിന്ന് വന്നേ എന്നൊന്നും ചോദിക്കാൻ തോന്നത്തില്ല. നേരെ മറിച്ച് ഫെർണാണ്ടസ് അച്ചായം അവിടെ ഇരിക്കുന്ന കണ്ട കഴിഞ്ഞാൽ മാത്തുക്കുട്ടി അച്ചായ അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മാത്തുക്കുട്ടി അച്ചായോ, എന്നാ അച്ചായോ അമേരിക്കയിൽ നിന്ന് വന്നേ, നമുക്ക് കണ്ടിട്ട് പോകണം കേട്ടോ. ശരി അച്ചായോ, കണ്ടിട്ട് പോകണം മാത്തുക്കുട്ടി അച്ചായനും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സുഗതനും സുകുമാരനൊക്കെ ഗൾഫിൽ നിന്ന് വന്നൊരാഴ്ചയായിട്ടുള്ളൂ. പിന്നെ എല്ലാവരും കഴിഞ്ഞ ശേഷം സുഗതൻ ചേട്ടൻ എന്നോട് വിശേഷം, ഗൾഫിലൊക്കെ എങ്ങനെയുണ്ട്? അവസാനം സുഗതൻ ചേട്ടൻ്റെ അടുത്ത് പതുക്കെ പോകും. ആൾക്കാരുടെ മുമ്പിലൊക്കെ സുഗതൻ ചേട്ടനെ പൊക്കി കാണിക്കാൻ പറ്റുമോ? സുഗതൻ ചേട്ടനൊക്കെ കിട്ടുന്ന ദശാംശം എന്ന് പറയുന്നത് ചിലപ്പം സുഗതൻ ചേട്ടൻ അവിടെ ചിലപ്പം എന്തുവല്ല ക്ലീനിങ്ങിന് പണിക്ക് വല്ലതും പോയതായിരിക്കും. വല്ല 20,000 25,000 ശമ്പളം സുഗതൻ അച്ചായനോ സുകുമാരൻ അച്ചായനോ ഉള്ളൂ.
അതിൽ കിട്ടുന്ന ദശാംശത്തിനകത്ത് ചിലപ്പം 1500 2000 ഒക്കെ ആയിരിക്കും പാച്ചർക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ അമേരിക്കൻ അച്ചായ അങ്ങനെയാണോ? പാച്ചർക്ക് 5000 10,000 എണ്ണി കൊടുക്കുകയല്ലേ. അപ്പൊ പിന്നെ കുറച്ചുകൂടി ചുകിപ്പിച്ച് കൊടുക്കണ്ടേ. അപ്പൊ പിന്നെ സ്റ്റേജിൽ അങ്ങ് വിളിച്ചങ്ങ് പോവും. ഓ മാത്തുക്കുട്ടി അച്ചായോ, എപ്പോഴാ വന്ന അച്ചായം എന്ന് പറയും. ഇതൊക്കെയാണ് നടത്തുന്നത്. ഇതൊക്കെയാണ്. എന്നിട്ട് ജനത്തെ ഭയപ്പെടുത്തി വെച്ചിരിക്കുക ഈ ജനങ്ങളെ. എങ്ങനെയാ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നത്? സഭ വിട്ട് നിങ്ങൾ ദൈവത്തെ വിട്ട് വല്ലതും പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പിൻമാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ നീ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. അതായത് എന്ത് അനീതിയും അക്രമവും ഞങ്ങൾ സഭയ്ക്കകത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളും ദൈവവും തമ്മിൽ നോക്കിക്കോളും. അത് നിങ്ങളൊന്നും തിരക്കാൻ പാടില്ല. പാച്ചർ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് ദൈവവും പാച്ചറും നോക്കിക്കൊള്ളും. കാരണം ഇവർ തമ്മിൽ ഒത്തുകളിയാ. ഇവന്റെ വെപ്പെന്ന് പറയുന്നത് ഞാനും ദൈവവും തമ്മിൽ ഒത്തുകളിയാ. ഇതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനകളാണ്. നിങ്ങളെ കൊള്ളയടിക്കുന്നതും, നിങ്ങളെ ഇന്ന് പണം പിരിക്കുന്നതും, നിങ്ങളെ ഇന്ന് അടിച്ചു മാറ്റുന്നതും, നിങ്ങളെ തെറ്റായ പഠിപ്പിക്കുന്നതൊക്കെ ഞാനും ദൈവവും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്, ഞങ്ങൾ തമ്മിൽ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കൊള്ളയടിയാ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എന്നും കുന്നും അടിമകളെ പോലെ അല്ലേലും ഈ ചോത്രം എന്ന് പറയുന്നതിനകത്ത് മുടക്കം വരുത്തരുത്. അങ്ങനെ നീ മുടക്കം വരുത്തി കഴിഞ്ഞാൽ നീ നരകത്തിൽ പോകും എന്നാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാവത്തുങ്ങളെല്ലാം വിചാരിക്കും എന്തായാലും കഷ്ടപ്പെട്ട് ഇതിനകത്ത് വന്നു, സ്വർഗത്തിൽ പോകുന്നവരേക്കും എന്ത് ചെയ്യാം, കൊട്ടിയും പാടിയും കിടക്കാം എന്നാ വിചാരിക്കുന്നത്. അയ്യോ വിട്ടി സമൂഹമേ, നീയൊക്കെ ഇരുട്ടി നരകത്തിലേക്ക് പോവുകയാണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഈ പെന്തക്കോച്ച് സഭയ്ക്കകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നവരെ ഇരട്ടി നരകത്തിലേക്ക് പോകാൻ നീയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കി തീർക്കുന്നു എന്നാ പറഞ്ഞത്. ഇതിൽ കൂടുതൽ വല്ലതും വേണോ? എടാ നീയൊക്കെ ഈ പെന്തക്കോസി വന്നിട്ട് ഇരട്ടിച്ച നരകയോഗ്യരായി നീയൊക്കെ തീരുമെന്ന് കർത്താവ് ഓൾറെഡി വിധി എഴുതി കഴിഞ്ഞു നിനക്കൊക്കെ. ഇതിൽ കൂടുതൽ കർത്താവിന്റെ വാക്കിൽ കൂടുതൽ വല്ലതും വേണോ? എന്നിട്ടും ആരെ വ്യാമോഹിച്ചിരിക്കുക. തള്ളാകെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നാണ്. എന്നാ 72 കൂറികടത്തൊക്കെ നേകാൻ പോകാം. എന്റെ കർത്താവ് പറഞ്ഞത് നീയൊക്കെ കാടും മേടും ഒക്കെ കടന്ന് അവര് ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടിച്ച് നരകയോഗ്യരാക്കി തീർക്കുന്നു എന്ന് കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കർത്താവിന് അറിയാം നീയൊക്കെ കൊണ്ടുവന്നാൽ അവിടെ അവസാനം എന്തിൽ പോയി അവസാനിക്കുന്നു കർത്താവിന് മുൻകൂർ അറിയാവുന്നത് കൊണ്ട് എന്റെ കർത്താവ് മുന്നമേ നിന്റെയൊക്കെ വിധി എഴുതി കഴിഞ്ഞു. ഇതിനകത്ത് വന്ന് കിടക്കുന്ന എന്റെയൊക്കെ അവസാനം എന്താണെന്നുള്ളത് കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി കാത്തിരുന്ന് സ്വർഗത്തിൽ പോകാൻ ഇരിക്കണ്ട. ഏത് സ്വർഗത്തിൽ പോകാൻ ഇരിക്കുന്നേ? അറിയാണ്ട് ചോദിക്കുക. തള്ളാഹുവിന്റെ സ്വർഗത്തിലാ 72 ഹൂറിമാരെടുത്താക്കാം. എന്നാ പിന്നെ നല്ല കാര്യം, നല്ലത്. പുരുഷന്മാർക്കൊക്കെ ഹൂറിമാരെ കിട്ടുമായിരിക്കും. സ്ത്രീകൾക്കല്ലാവോ? ഹൂറിമാരാകാൻ ഭാഗ്യമുണ്ടല്ലേ. പെന്തക്കോസി കിടക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഹൂറിമാരാകാൻ വല്ല വകുപ്പും ഉണ്ടായിരിക്കും. അതായിരിക്കും നല്ലത്. വിഡ്ഢിക്കുശുമാണ്ടങ്ങളെ, നിന്നോടൊക്കെ ദൈവം പറഞ്ഞ വചനം നീ കേക്ക്. പാച്ചർ പറയുന്നതും കേട്ട് പാച്ചർ പൊട്ടന്മാരായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നിന്നോട് ദൈവം പറയുന്നത് കേക്ക്. പെന്തക്കോസിൽ പോയ ഇരുട്ടി നരകം കിട്ടും, അത്രയേ ഉള്ളൂ. കർത്താവ് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും പെന്തക്കോസിൽ താങ്ങിപ്പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ വിവരദോഷികളെ കിടക്കൂ. വിവരമുള്ള ഒരുത്തനും എന്ത് ചെയ്യത്തില്ല. കർത്താവിന് വിശ്വാസമുള്ളവൻ ഒരിക്കലും അതിനകത്ത് താങ്ങി പിടിച്ച് കിടക്കത്തില്ല. കാരണം കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിന്റെ വേദനയും എൻ്റെ ഹൃദയത്തിന്റെ ഭാരവും നിങ്ങൾക്ക് ഇതുവരേക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മുടെ കർത്താവിനെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാര്. ഈ ലോകത്ത് നടക്കുന്ന അനീതിയും അക്രമവും തുറന്നു കാട്ടുവാനായിട്ട് മനുഷ്യ സമൂഹം ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എല്ലാം കച്ചവടം. റാഫേൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഇന്ത്യയിൽ ഉണ്ടാകും, സത്യം. 2024 മോദി അധികാരത്തിൽ വരണം. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെന്തോകൾ എന്തായാലും BJPക്ക് വോട്ടെടുത്തില്ല. അത് 100% ഞാൻ ഉറപ്പിച്ച് പറയാം. ഈ പെന്തക്കോസ് വർഗങ്ങള് BJPക്ക് വോട്ടിടില്ല. കാരണം അവിടെ ഒരു ഹിജൻ അജണ്ടയാണ്. പെന്തക്കോസുകാരുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. ഹിഡൻ അജണ്ട. BJPക്ക് എന്ത് ചെയ്യത്തില്ല, വോട്ടിടില്ല. മനസ്സിലായോ?
അവർ വോട്ടിടില്ല എന്ന് പറയാൻ കാരണം അവർ കൂട്ടമായിട്ട് തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ വോട്ടിട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം സംഘപരിവാർ അവരെ മതപരിവർത്തനം ചെയ്യാൻ ചിലപ്പോൾ അനുവദിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണിപ്പൂർ കലാപത്തെയൊക്കെ ഏറ്റവും കൂടുതലും വഷളാക്കിക്കൊണ്ട് സമൂഹത്തിൽ എത്തിക്കുന്നതെല്ലാം ഈ പെന്തക്കോസുകാർ തന്നെയാണ്. അതും കൂടി നിങ്ങൾ അറിഞ്ഞോണം. പിന്നെ കുറേ അച്ഛന്മാരും കൂടിയുണ്ട്. അതുകൊണ്ട് ഇവറ്റങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളൂലെന്നേ. നിങ്ങളുടെ അടിവാരവും അസ്ഥിവാരവും തോണ്ടാനിരിക്കുന്ന വർഗ്ഗങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഇവറ്റങ്ങളൊക്കെ. അല്ല, നിങ്ങളുടെ നന്മയൊന്നും ഇവറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും ഇല്ലെന്നേ. നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്ത്യാനികളെല്ലാം സ്നേഹവാന്മാരെന്നാണ്. നിങ്ങളെ വിറ്റ് കാശാക്കാനുള്ള അടവ് കയ്യിലുള്ളവന്മാരാ. അതിന് ഏത് വഴിയും ഇവന്മാർ നോക്കും. മനസ്സിലായോ? അല്ലാതെ സ്നേഹം മൂത്ത് കിടക്കുകയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ഇവന്മാര്. ഹിന്ദുക്കളെ ഉള്ളൂ സത്യം പറഞ്ഞ ഞാൻ നോക്കിയിട്ട് മനസ്സാക്ഷിയുള്ളവരായിട്ട് ജീവിക്കുന്നവരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് മനസ്സിലായത് അവരെ ഉള്ളൂ. കാരണം അവർക്കൊന്നും നേടാനില്ല അവരുടെ ദൈവത്തെ കൊടുത്ത്. പക്ഷെ ഇവന്മാർക്ക് അങ്ങനെയല്ലല്ലോ. ദൈവത്തെ കൊടുത്താൽ 100 കൂട്ടം രീതിയിൽ വഞ്ചിച്ചും കബളിപ്പിച്ചും എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. ഹിന്ദുക്കൾക്ക് അവരുടെ ദൈവത്തെ കൊടുത്തൊന്നും നേടാനില്ലാത്തത് കൊണ്ട് ഇവന്മാര് നമുക്ക് കൊടുത്തു നേടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ദൈവം ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ദൈവത്തിന്റെ പഠിപ്പിക്കലും ഇരിപ്പുണ്ടല്ലോ, അതിനെ വെച്ച് കാശാക്കാമെന്ന് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി എന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കൊള്ളണം. തീവ്രവാദം 2 തരത്തിൽ. മൗനമായി സൈലന്റ് പോയിസണും അപകടകാരിയാണ്. സൈനൈഡിനെയും എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആറ്റം ബോംബിനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ, സൈനൈഡിനെയും സൂക്ഷിക്കണം. മനസ്സിലായോ? ആറ്റം ബോംബായിട്ട് ഇസ്ലാമിക വർഗം സമൂഹം ഇന്ത്യക്കകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഈ ആറ്റം ബോംബുകൾ വളരെ ശക്തമായി പൊട്ടിത്തെറിച്ചാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. പക്ഷേ സൈലന്റ് പോയിസനാണ് ക്രിസ്ത്യാനി, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർ. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടിയിട്ട് ജനിച്ച ജന്മങ്ങളാണ്. അവർക്ക് ദൈവം എന്നുള്ള ഭയമോ പേടിയോ ഒന്നും തന്നെയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അവരുടെ പോക്കറ്റിലിരിക്കുന്ന ഒരു അണ്ണാരക്കണനാണ്. അവന്മാർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഹിന്ദുക്കൾക്കൊരു സങ്കല്പം ഉണ്ടല്ലോ, ഈ ഭൂതങ്ങളെ പിടിച്ച് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത് പോലെ ഇവന്മാരുടെ പോക്കറ്റിൽ ഇവന്മാർ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടി ഭൂതമായിട്ടാണ് ആരെ കണ്ടുവച്ചിരിക്കുന്നത്? കർത്താവിനെ കണ്ടുവച്ചിരിക്കുന്നത്. അവന്മാരെ ഇറക്കി വിടുമ്പോഴത്തേക്കും കർത്താവ് പോയി എന്ത് ചെയ്യും? പറയുന്ന പണിയൊക്കെ ചെയ്തു കൊടുക്കും. അത് കഴിയുമ്പോൾ പോക്കറ്റിൽ കയറെന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് പോക്കറ്റിൽ കയറിയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഇവന്മാർ കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൈലന്റ് പോയിസനെയും കൂടി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത്രയും കാലം അടികൊണ്ടില്ലേ ഹിന്ദുക്കളെ? ഇനിയെങ്കിലും നന്നാക് നീയൊക്കെ ഒന്ന്. ഇത്രയും കാലം നീയൊക്കെ അടി കൊണ്ടില്ലേ ഇവന്മാരുടെ കയ്യിൽ നിന്ന് എന്ന് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ഇവന്മാർ ഈ പെന്തക്കോസുകാരന്മാരൊക്കെ കൊണ്ടുപോയി വല്ല പാച്ചറായിട്ടൊക്കെ പഠിച്ചവന്മാർ, വല്ല ഹിന്ദു രക്ഷിക്കപ്പെട്ടൊക്കെ പാച്ചറായിട്ട് വന്നവന്മാരൊക്കെ വല്ല നല്ല നിലയിലും ഒക്കെ എത്തിക്കാണുമായിരിക്കും. വല്ല സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളിലൊക്കെ വന്നു കാണുമായിരിക്കും. അവന്മാരെല്ലാം പാച്ചറിന് പഠിക്കാൻ പോയതുകൊണ്ട്. അല്ലാതെ ഹിന്ദുക്കളായിട്ട് നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവന്മാർ ഇവന്മാരുടെ കൂട്ടത്തിൽ ഏതവനാ ഉള്ളത്? നല്ല ഭയങ്കര സെക്രട്ടറി ആയിട്ടും അവിടെ വലിയ അച്ചായൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പത്തല നിൽക്കുന്നവനായിട്ടൊക്കെ ഏതവനാ ഉള്ളത്? നിങ്ങളെല്ലാവരെയും പിടിച്ചുകൊണ്ട് അടിമകളെ പോലെ ഇട്ടിരിക്കില്ല. അടിമ വാഴ്ച എന്താണെന്ന് പെന്തക്കോസിനകത്തുള്ള ഹിന്ദുക്കൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. നിന്നെയൊക്കെ അടിമയെ പോലെ ഇട്ടിരിക്കുന്ന ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ല? തോന്നാത്തത് എന്താ? അറിയാത്തവൻ കൊണ്ടാലറിയാം എന്ന് പറഞ്ഞാൽ കൊണ്ടാൽ പഠിക്കണം. അത്രയേ ഉള്ളൂ. കൊണ്ടാൽ പഠിക്കാൻ ജനിച്ച ജന്മങ്ങളാണെങ്കിൽ കൊണ്ടാൽ പഠിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ മനുഷ്യ സമൂഹത്തിൽ മനുഷ്യയായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എനിക്ക് മതഭ്രാന്തില്ല. മതം തീരെ ജീവിക്കുന്നുമില്ല ഞാൻ. എൻ്റെ കർത്താവ് മതം തീരെ ജീവിക്കാനും പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനായിരിക്കാൻ പഠിപ്പിച്ചു. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഞാൻ നഗ്നനായി വന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ എളിയവനായിരുന്നു, നീ എന്നെ കൈക്കൊണ്ടു. ഈ എളിയ സഹോദരൻ ഒരുവന് ചെയ്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എളിയ സഹോദരൻ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. നിന്റെ മുമ്പിൽ ആര് വന്നാലും ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവനെ മതം നോക്കാതെയും ജാതി നോക്കാതെയും നിനക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അതാണ് എന്തുവാ എളിയ സഹോദരൻ എന്ന് പറയുന്നത്. അത് അവർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ചെയ്യുന്നതെന്ന് കർത്താവ് പഠിപ്പിച്ചത്. അല്ലാതെ പാച്ചർക്ക് കൊണ്ട് തട്ടുമ്പോഴത്തേക്കും നീ എനിക്ക് തരുന്നതെന്ന് കർത്താവ് ഒരിടത്തും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്ക് വേണ്ടി കൊടുന്ന് പറഞ്ഞ് പാച്ചർമാർക്ക് കൊടുക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. അവിടെ ഇവിടെയും ബക്കറ്റ് രൂപമായിട്ട് കൊണ്ടുവരുന്നവന് കൊടുക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. നിന്റെ മുൻപിൽ അന്നമില്ലാതിരിക്കുന്നവന് കൊടു.
നിന്റെ മുമ്പിൽ വസ്ത്രമില്ലാതിരിക്കുന്നവന് കൊട്, നിന്റെ മുമ്പിൽ വിശന്നിരിക്കുന്നവന് കൊട്, നിന്റെ മുമ്പിൽ രോഗിയായിരിക്കുന്നവനെ ശുശ്രൂഷിക്ക് എന്നേ എൻ്റെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവിൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവിൻ, പ്രിയ സഹോദര, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവിൻ, കർത്താവിന് കൊടു, കർത്താവിന് കൊടു, കർത്താവിന് കൊടുന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് വരുമ്പോൾ അക്കൗണ്ടും എടുത്തുകൊണ്ടിരിക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇതാണ് എൻ്റെ കർത്താവിൻ്റെ പഠിപ്പിക്കൽ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും എൻ്റെ കർത്താവ് പറഞ്ഞപ്പോഴും കഠിനമായിട്ട് തോന്നിയെന്നേ. എൻ്റെ കർത്താവിനെ ഇവന്മാർ കല്ലെറിയാൻ നോക്കി, കൊണ്ടുപോയി തള്ളി താഴെയിടാൻ നോക്കി. എൻ്റെ കർത്താവ് പൊറുതി മുട്ടിയിട്ട കർത്താവ് പറഞ്ഞ്, അണലിസന്തതികളെ, സർപ്പസന്തതികളെ, എത്രത്തോളം വരുവാനുള്ള കോപത്തിൽ നിന്നും നീയൊക്കെ ഒഴിഞ്ഞു പോകുമെന്ന് കർത്താവ് ചോദിച്ചത്. അതുപോലെ എനിക്കും ചോദിക്കണമെന്നുണ്ട് നിന്നോടൊക്കെ. അപ്പോഴാ ചില വാക്കുകളെല്ലാം രൂക്ഷമായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത്. എനിക്കറിയാവുന്ന വാക്കുകൾ ഞാൻ ഉപയോഗിച്ച് സംസാരിക്കുന്നു. എനിക്കിപ്പോൾ അതിലേ പറ്റൂ. നേരിട്ട് വന്ന് ചാട്ടവാർ എടുത്തിട്ട് നിൻ്റെയൊക്കെ മൂട്ട് നോക്കി എണ്ണം തരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വല്ല വകുപ്പും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് സ്റ്റേഷനിൽ പോകണം, അങ്ങനെ പോയിട്ട് കേസാക്കണം, എന്നിട്ട് നിയമം വരുത്തിക്കണം. ഈ ക്രിസ്ത്യാനിയുടെ പേരിൽ ബൈബിളിനകത്ത് എവിടെയാണ് ഇവന്മാരെ ഇങ്ങനെ പണം അടിച്ചു മാറ്റാനായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ പാടുപെട്ടേനെയായിരുന്നു. അതിനിപ്പോൾ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സംഘപരിവാർ ചെയ്യുമെങ്കിൽ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എനിക്ക് അത്രയേ സന്തോഷമുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം സംഘപരിവാർ ചെയ്യുമെന്നുണ്ടെങ്കിൽ എനിക്ക് 100% സന്തോഷമാണ്. സംഘപരിവാറിനെ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ സംഘപരിവാറിനെയും ഈ മോദി ഭരണത്തെയും ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ചെയ്തു. കുറച്ച് പാവത്തുങ്ങൾ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കട്ടെന്നേ. ഇരട്ടി നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് നീയൊക്കെ ഒറ്റ നരകത്തിൽ കിടക്കുന്നതല്ലേ നല്ലത്. എന്തിനാ ഇരട്ടി നരകത്തിൽ പോയി കിടക്കുന്നത്? കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാടും മേടും കിടന്ന് നീയൊക്കെ കൊണ്ടുവന്നാലും അവരൊക്കെ ഇരട്ടി നരകത്തിലേ പോകത്തുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പം പിന്നെ നീ എന്തിനാ ഇരട്ടി നരകത്തിൽ കൊണ്ടുവരാൻ പോയി അവിടെ ഇവിടെ നടന്ന് മലപരിവർത്തനം നടത്തുന്നേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. കാടും മേടും നടന്ന് നിങ്ങൾ അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ എന്തിനാ കിടന്ന് പെടാപ്പാടുപെടുന്ന? ഒരൊറ്റ നരകത്തിൽ കിടന്നിട്ട് പോട്ടെന്നേ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിനക്കൊക്കെ ഇരട്ടി നരകത്തിൽ പോകണമെങ്കിൽ നീയൊക്കെ ഇരട്ടി നരകത്തിൽ പോകും. ആ പാവത്തങ്ങൾ ഒറ്റ നരകത്തിൽ പോട്ട്. നിനക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, ഒരു വിഗ്രഹ ആരാധന. അപ്പം നീ ഏത് ആരാധന? എന്താ നീ പണമെന്ന് പറയുന്ന വിഗ്രഹത്തെ ആരാധിക്കുകയല്ലേ? അതാണ് ഏറ്റവും വലിയ വിഗ്രഹാരാധന. അവർ ദൈവമെന്ന് അറിയാതെ, ദൈവമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ പല രൂപങ്ങളെ ഉണ്ടാക്കി അവരാരാധിക്കുന്നുവെങ്കിൽ നീ സാക്ഷാൽ സാത്താനെ തന്നെ പണമെന്ന വിഗ്രഹത്തെ ആരാധിക്കുകയല്ലേ? അതിനുവേണ്ടി നീ കടന്ന് വിടാപ്പാടുകയല്ലേ? പിന്നെ നീ എന്തിനാ അവരെ കുറ്റം പറയുന്നേ? നീയാണല്ലോ ആദ്യം ശിക്ഷയ്ക്ക് അർഹനായിത്തീരുന്നത്, അവരല്ലല്ലോ. അവരുടെ അറിവില്ലായ്മയെ ക്ഷമിക്കാൻ ദൈവത്തിനറിയും. നീ എന്തിനാ പിടിച്ചോണ്ട് വന്ന് അവരങ്ങളെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടിട്ട് നരകിച്ച് തന്നെ? ഈ ഹിന്ദുക്കളിൽ നല്ല മനസ്സാക്ഷിയോടുകൂടി ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. എത്ര മനുഷ്യരെ ഞാൻ കാണിച്ചു തരാം. അവർ നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും യഹൂദനും ബുദ്ധനും സിഖും പാർസിയും എല്ലാം വേരൂന്നി വളർന്ന് വൃക്ഷമായി ഇന്ത്യക്കകത്ത് മാറാൻ്റെ കാര്യം ഈ മത തീവ്രവാദികളെപ്പോലെ ഇരിക്കുന്നത് കൊണ്ടല്ല. ക്രിസ്തീയ രാജ്യം 100 കൂട്ടം രാജ്യം കിടക്കുന്നല്ലേ? ആ ക്രിസ്തീയ രാജ്യമായ 100 കൂട്ടം രാജ്യങ്ങളിനകത്ത് എവിടെയാണ് ഇപ്പോഴായിട്ടല്ലേ ഹിന്ദുക്കൾക്ക് ഒക്കെ വരാൻ പറ്റിയത്? ഈ ക്രിസ്ത്യാനി എന്ന് പറയും നീയൊക്കെ അഭിമാനം കൊള്ളുന്നവരില്ലേ? നീയൊക്കെ അഭിമാനം കൊള്ളുന്ന ക്രിസ്ത്യാനില്ലേ? ഏറ്റവും കൂടുതൽ വർഗീയതയുള്ളത്, വംശീയതയുള്ളത് ആരില്ല? ക്രിസ്ത്യാനിയിലല്ലേ? വെള്ളക്കാര്. ഈ വെള്ളക്കാരെന്ന് പറയുന്നവന്മാരെല്ലാം ക്രിസ്ത്യാനിയല്ലായിരുന്നോ? ഈ വെള്ളക്കാരെന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനികളല്ലേ ഈ ആഫ്രിക്കക്കാരെ കൊണ്ടുവന്ന് അടിമകളാക്കി നടത്തിയത് മുഴുവനും? ഇല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുവാ. ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ അഭിമാനവും പുളകവും കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനിയെ ഈ ആഫ്രിക്കക്കാരെ മുഴുവനെയും കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞ് ഇന്നും വർഗീയതയും വംശീയതയും കൊണ്ട് നടക്കുന്നത് ഏതോമാരാ? ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്മാരല്ലേ?
കാട്ടറബികൾ വേറൊരു വെർഷൻ. അവിടെയും ഹിന്ദുക്കൾക്കും ജീവിക്കാൻ വയ്യ, ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ വയ്യ, യഹൂദനും ജീവിക്കാൻ വയ്യ, ഓരോരുത്തരും ജീവിക്കാൻ വയ്യ, ഞങ്ങൾ ആട്ടി പുറത്താക്കും. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഇന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഏറ്റവും കൂടുതലും വംശീയതയും വർഗീയതയും ഉള്ളത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർ നിറം വർണ്ണ വിവേചനം കൊണ്ട് അടിമകളെ പോലെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തേ ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞു പോകുന്നത്. അപ്പം നീയെല്ലാം ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞു, അപ്പോൾ പറയും അത് ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞു നടക്കുന്നവരാണ് ഞങ്ങളൊക്കെ എന്ന് പറയുന്നവർ, ദൈവവചനം വായിച്ച് ജീവിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ. എന്നിട്ട് നിന്റെ സഭയ്ക്കകത്തേടെ എല്ലാടാ വൃത്തികെട്ടവന്മാരെ. നീ ഹിന്ദുവിനെ കല്യാണം കഴിക്കുവോ? താഴെക്കിടയിൽ കിടന്ന ഒരു ജാതിയിൽപ്പെട്ടാൽ നീ കല്യാണം കഴിക്കുവോ? അവന്റെ സ്വഭാവമല്ലേ നീ എടുത്തു വെച്ചിരിക്കുന്നത്. മാർത്തോമ രക്ഷിക്കപ്പെട്ടു വന്ന കുട്ടിയാണ് കേട്ടോ. ഒരു പെന്തക്കോസ്ത് അമ്മച്ചിയുടെ പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഓഡിയോ കോള് പ്രചരിച്ചുകൊണ്ടിരിക്കുക നാട്ടിൽ മുഴുവനും. അതെ, കൊച്ച് മോന് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആട്ടോ. ഞങ്ങള് അമേരിക്കയിലാണ് കേട്ടോ. കൊച്ചിനെ ഒരു പെണ്ണ് കാണണം, ഒരു പെണ്ണിനെ വേണം. എങ്ങനെയാ അച്ഛാ അമ്മച്ചിയെ പെണ്ണിന് വേണ്ടത്? വെളുത്ത് നല്ല ഒത്ത ശരീരമായിരിക്കണം, മെലിഞ്ഞ് ഒത്ത ശരീരമുള്ള പെൺകൊച്ചായിരിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ഓർത്തഡോക്സിന്നോ ഞങ്ങൾ മാർത്തോമാക്കാരാട്ടോ, ഓർത്തഡോക്സിന്നോ യാക്കോബറ്റെന്നോ മാർത്തോമെന്ന് രക്ഷിക്കപ്പെട്ടത് മതി. അല്ലെങ്കിൽ റോമൻ കാത്തലിക് ആണെങ്കിൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞൊന്നും വേണ്ട. ലാറ്റിൻ കാത്തലിക്കും ഇതൊന്നും വേണ്ട. ഏതാ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ നിന്നും വേണ്ട. ഹിന്ദുവിലാണെങ്കിൽ വല്ല നായരോ ബ്രാഹ്മൺസിനോ ഒക്കെ മതി. അതിന്റെ താഴെ കിടക്കുന്ന പട്ടികജാതിയും പട്ടികവർഗമൊന്നും വേണ്ട. നമുക്ക് ഓർത്തഡോക്സിലും മാർത്തോമയിലൊക്കെ രക്ഷിക്കപ്പെട്ട കൊച്ചിനെ മതി. പിന്നെന്തുവാ വേണം? സ്ത്രീധനമായിട്ട് അവരെന്താ കൊച്ചിന് കൊടുക്കുന്നത് അത് കൊടുത്താൽ മതി. നമുക്ക് അങ്ങനെയൊന്നുമില്ല. മോൻ എഞ്ചിനീയർ ആണേ, നല്ല ശമ്പളം മേടിക്കുന്നയാണേ. എന്നാ പറയുന്നത്? അവൻ എഞ്ചിനീയർ ആണേ, ഒടുക്കത്തെ ശമ്പളം മേടിക്കുന്നവനാണേ എന്നാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എവിടെ കിടക്കുന്ന സമൂഹം? എവിടെ കിടക്കുന്ന സമൂഹം? മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത സമൂഹം. എന്നിട്ടും പറയും സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവരാ. കർത്തൃമേശ ദേവേശ യേശു പറ ജീവന നീ. അമ്മച്ചി ഇരുന്ന് പാടുക കർത്തൃമേശ സമയത്തിരുന്നിട്ട്. അമ്മച്ചിയുടെ അടുത്ത് വരുന്നുണ്ട്. അയ്യോ അവള് വന്നിരിക്കുന്നുണ്ടല്ലേ, എന്ത് ചെയ്യാനാ? എടി മറിയാമ്മച്ചി ഇങ്ങോട്ട് വന്നിരിക്കടി, എൻ്റെ അടുത്ത് വന്നിരിക്കടി മറിയാമ്മച്ചി. ദേവേശ യേശുവിനെ പാടുക ജീവൻ എനിക്കേ തന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സാറാമ്മച്ചിയുടെ എണ്ണീറ്റ് പോയിട്ട് മറിയാമ്മച്ചി എടുത്ത് ഒഴിക്കുക. സരസ്വതി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അയ്യോ കർത്തൃമേശുണ്ട്, കർത്തൃമേശ കഴിഞ്ഞുകൊണ്ട് സ്നേഹചുംബനമുണ്ട്. അയ്യോ ആ സരസ്വതി പെണ്ണ് അടുത്ത് വന്നിരിക്കുന്നത്. ആ സരസ്വതി എടുത്ത് പോയി ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ സാറാമ്മച്ചി എടുത്ത് പോയിരിക്കാം. എങ്ങനെയുണ്ട്? സരസ്വതി എടുത്ത് പോയിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാ? സ്നേഹചുംബനം കൊടുക്കണം. ദേവേശ യേശുവരെയൊക്കെ പാടിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹചുംബനം. സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും സ്നേഹചുംബനം കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും സരസ്വതിയുടെ അടുത്ത് ഇരുന്നിട്ട് അവിടെ ചാടി എന്ത് ചെയ്യും? മറിയാമ്മച്ചെടുത്ത് പിടിച്ചിട്ട് നാണമില്ലേ? ഈ അഭിനയവും കാപട്യവും കൊണ്ട് നീയൊക്കെ മതത്തിന്റെ പേരിലും ഇപ്പോൾ പെന്തക്കോസ് എന്ന് പറഞ്ഞ അടിമ മുഖത്തിനകത്ത് നീയൊക്കെ കിടക്കുന്ന നാണവും മാനവും ഇല്ലേ? സരസ്വതിയും ലക്ഷ്മിയും പാർവതിയെയും എല്ലാം സഭയ്ക്കകത്ത് നീയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് നിന്റെയൊക്കെ പണം അടിച്ചു മാറ്റും. പക്ഷെ നിനക്കൊക്കെ അയിത്തം. ഓർത്തഡോക്സ് അമ്മച്ചിമാർക്കും യാക്കോബറ്റ അമ്മച്ചിമാർക്കും ഒക്കെ അയിത്തം. അവര് വല്ല ലാറ്റിൻ കാത്തലിക്കാരും ഒക്കെ ആയിട്ട് മിണ്ടുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. ഇവരൊക്കെ മിണ്ടും സഹകരിക്കും. അയ്യോ അഭിനയത്തിന്റെ ശിരോമണികള്. യാക്കോബറ്റ അമ്മച്ചിമാരും ഓർത്തഡോക്സ് അമ്മച്ചിമാരും ഒക്കെ അഭിനയത്തിന്റെ ശിരോമണികളാണ്. വേറൊരു ദൈവത്തി വന്നിട്ട് കമന്റ് ഇട്ടുകൊണ്ട് പോയിട്ടില്ല, ഒരു മാർത്തോമക്കാരി എന്ന് പറഞ്ഞല്ലേ. ഇതുപോലുള്ള വെടലകളെ സൂക്ഷിക്കേണ്ടത്. ഇതുപോലുള്ള വെടലകളാണ് പെന്തക്കോസിൽ പോയിട്ട് ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്. ഒരുത്തി അവിടെ പേരെന്തോ ലിസി എന്ന് പറഞ്ഞ ഒരുത്തി മാർത്തോമക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് പോയില്ലേ. അവൾ വെറും വെടലയായതുകൊണ്ടാ. ഇവിടെ പോലുള്ള വെടലകളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദോഷമായി മാറിയത്. നേരത്തെ ഞാൻ കമന്റിന് ഒരുത്തിക്ക് കൊടുത്തില്ലേ, മാർത്തോമ വെടല. മനസ്സിലായോ? എന്തുകൊണ്ടെന്നറിയാമോ? അവിടെയൊക്കെ അഭിനയത്തിന്റെ ഭാവമൂർത്തന്നം കണ്ടാലുണ്ടല്ലോ
ഇവരുടെയൊക്കെ അഭിനയത്തിന്റെ ഭാവമൂർത്തനം കണ്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കാപട്യത്തെ വലിച്ച് കീറി പൊളിച്ച് എഴുതി ഒട്ടിക്കണം കൊണ്ടുപോയിട്ട്. കാരണം എൻ്റെ കർത്താവ് കണ്ടിട്ടും എൻ്റെ കർത്താവിന് എരിവ് കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിന്നുകളയുന്നു എന്ന്. കാരണം കണ്ട് ദഹിക്കണ്ടേ നമുക്ക്? ഇത് കേട്ട് ദഹിക്കണ്ടേ നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ദഹിക്കണ്ടേ ഇത് കേട്ടിട്ട്? മനസ്സിലായോ? അഭിനയത്തിന്റെ മൂർത്തഭാവങ്ങളായിരുന്നു കൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരായി ക്രിസ്ത്യാനികൾ മാറിക്കഴിഞ്ഞു. എന്നിട്ട് ക്രിസ്ത്യാനികളെ വെള്ളപൂശുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ക്രിസ്ത്യാനി കൊടുത്ത് നാടിന് കൊടുത്ത് ക്രിസ്ത്യാനി കൊടുത്ത് നന്മ, ഇനി ഇന്ത്യക്കകത്ത് ക്രിസ്ത്യാനി കൊടുത്ത സംഭാവന. ക്രിസ്ത്യാനി ഒലക്കയുടെ മൂട് പൊക്കി കൊടുത്തു ഇന്ത്യക്കകത്ത്. ക്രിസ്ത്യാനി പണ്ട് മിഷണറിമാർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയതിന്റെ തുടർമാനമായിട്ട് ഇന്ന് കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ എന്തുവാ? തോന്നിയവാസം. അവരെ കുട പിടിച്ചുകൊണ്ടാ. അന്ന് പണ്ട് ക്രിസ്ത്യാനികൾ വന്ന് അവരുടെ ജീവനെ പണയം വെച്ചും ദൈവവേല ചെയ്തിട്ട് പോയപ്പോഴത്തേക്കും അവരെ മറ പിടിച്ചുകൊണ്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത് മുഴുവനും തെമ്മാടിത്തരവും എല്ലാ വൃത്തികേടുകളുമാണ്. എന്നിട്ട് ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനി ഹിന്ദുക്കൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഉപകാരങ്ങൾ നീ എന്തുപകാരം ചെയ്തു കൊടുത്തു? ഹിന്ദുവിന്റെ അസ്ഥിവാരവും അടിവാരവും തോണ്ടി നീ ഏക്കർ കണക്ക് സ്ഥലം പിടിച്ചിട്ടു. നീ ഏക്കർ കണക്ക് സകല ക്രിസ്ത്യാനികളും എന്ത് ചെയ്തു? സ്ഥലങ്ങൾ നീയൊക്കെ പിടിച്ചെടുത്തു, പട്ടയം പഠിച്ചെടുത്തു എല്ലാം. നിന്റെയൊക്കെ കോൺവെന്റുകളും അതും സ്ഥാപനങ്ങളും ഒക്കെ ഇരിക്കുന്നത് ആരുടെ പൈസ അടിച്ചു മാറ്റിയിട്ടാ? നിന്റെയൊക്കെ മഹത്തായ സ്ഥാപനത്തിനകത്ത് ഏത് ഹിന്ദുക്കൾക്കാ നീ വെറുതെ എത്തി പഠിപ്പിക്കാനായിട്ട് സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? കഴുത്തിൽ കത്തി വെക്കണം. നിന്റെയൊക്കെ സ്കൂളുകളിൽ കൊണ്ടുവരും കുഞ്ഞിനെ ചേർത്ത് പഠിപ്പിക്കണമെങ്കിൽ ഫീസ്. ഈ പെന്തക്കോസുകാരുടെ സ്കൂളിൽ ചേർക്കണമെങ്കിലും ക്രിസ്ത്യാനിയുടെ സ്കൂളിൽ ചേർക്കണമെങ്കിലും കഴുത്തിൽ കത്തി മേടിച്ചിട്ട് ആ പൈസ മേടിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം പറഞ്ഞു കൊടുത്തു ഇന്ത്യക്കകത്ത് നടത്തി കൊടുത്ത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മകുടമേ പണത്തിന് വേണ്ടിയിട്ട്. ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന പോലും ഹിന്ദുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ നക്കിക്കൊല്ലുകയാണ് ചെയ്തത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വർഗം. ഏക്കർ കണക്ക് ഹിന്ദുവിന്റെ ഭൂമിയെല്ലാം പിടിച്ചടക്കിയിട്ട് അവിടെ, അതായത് കണ്ട സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കുന്നത്. ഈ ഭാഗത്തുങ്ങൾക്ക് പരഗതിയും മുതുഗതിയും ഇല്ലാതെ ജീവിക്കുന്നവരല്ലേ. അവർ കൃഷിയും ചെയ്ത് പാട്ടവും ചെയ്ത് അവർ ജീവിക്കും. അയ്യോ, നിന്നേക്കാളും ദൈവത്തിന് കരുണ തോന്നി അധ്വാന വർഗത്തോടാ. അവൻ ഹിന്ദു എന്നൊരു പേരിൽ കിടക്കുന്നതുകൊണ്ട് നിന്നെ സ്വർഗത്തിൽ നീ അല്ലേലുയ്യ ചത്രം നീ പാടിയത് കൊണ്ട് നിന്നെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് അവനെ നരകത്തിൽ കൊണ്ടുപോകാൻ എൻ്റെ കർത്താവ് ദുഷ്ടനും നീചനും ഒന്നുമല്ല, ഇടവൃത്തിയേട്ടവന്മാരെ. മനസ്സിലായോ? അവൻ ഹിന്ദു ആയതിന്റെ പേരില് ഒരു കപടവുമില്ലാത്ത നിഷ്കളങ്കനായി അവൻ ജീവിച്ച അവനെ പിടിച്ച് ഹിന്ദു ആയതിന്റെ പേരിൽ നരകത്തിൽ തള്ളിയിട്ട് എല്ലാ വൃത്തികേടുകളും കാപട്യവും നിറഞ്ഞ മനസ്സോടുകൂടി ഇരുന്ന് നീ ചോത്രം പറഞ്ഞത് കൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ എൻ്റെ കർത്താവിനെ നീ നിന്നെപ്പോലെ ഒരുത്തനെന്ന് കരുതിയോ? നിന്നെപ്പോലെ ഒരുത്തനെ എപ്പോഴാണ് കരുതിയത് എൻ്റെ കർത്താവിനെ? ഇന്നും എത്രയോ വയലോലകളിലും അവിടെയും ഇവിടെയും കൃഷിസ്ഥലത്തും കിടന്ന് കഷ്ടപ്പെട്ട് ഇത് പറഞ്ഞ് ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ അവർ അന്നത്തിന് വേണ്ടി ഒരു നേരത്തെ കന്യയ്ക്ക് വേണ്ടി പോരാടുന്ന പോരാട്ടവും ജീവിത സാഹചര്യവും ഇന്നുള്ള മനുഷ്യനെ. അതുകൊണ്ട് ആ മുമ്പന്മാർ പലരും ബിംബന്മാർ പലരും മുമ്പന്മാരും നിങ്ങൾക്ക് മുൻപേ വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ കടന്നിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. നീയൊക്കെ അളക്കുന്ന അളവ് പോലും വെച്ച് അളക്കാൻ വേണ്ടിയിട്ട് നിന്റെയൊക്കെ ഉദ്ദേശത്തിലിരിക്കുന്ന ദൈവമല്ല സ്വർഗത്തിലെ ദൈവം. മനസ്സിലായോ? നിന്റെയൊക്കെ ഉദ്ദേശത്തിലിരിക്കുന്ന ദൈവമല്ല സ്വർഗത്തിലെ ദൈവം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ക്രിസ്ത്യാനി അങ്ങ് സംഭാവന കൊണ്ട് അങ്ങ് മുക്കിക്കൊല്ലുകയില്ലായിരുന്നോ ഹിന്ദുക്കളെ? എന്നിട്ട് ഏത് ഹിന്ദുവാ ഇന്ന് രക്ഷപ്പെട്ട് കിടക്കുന്ന ക്രിസ്ത്യാനിയുടെ സംഭാവന കൊണ്ട്? ഒരു ഹിന്ദുവിനെ കാണിച്ചേ, നീയൊക്കെ കൊടുത്ത ക്രിസ്ത്യാനിയുടെ സംഭാവന കൊണ്ട് രക്ഷപ്പെട്ട് കിടക്കുന്ന ഹിന്ദുവിനെ എന്നൊന്ന് കാണിച്ചു തന്നെ. നിന്റെയൊക്കെ കോൺവെന്റുകൾ രക്ഷപ്പെട്ടു, നിന്റെയൊക്കെ സ്ഥാപനങ്ങൾ പൂത്തുലഞ്ഞു വളർന്നു പന്തലിച്ചു. നീയൊക്കെ അതുകൊണ്ട് ഏക്കർ കണക്ക് സ്ഥലം കെട്ടിവെച്ചു, ഏക്കർ കണക്ക് ടെസ്റ്റുകൾ ഉണ്ടാക്കി. നീയൊക്കെ വിദേശത്ത് നിന്ന് വീണ്ടും പണം വരുത്തിച്ചു. അങ്ങനെ ക്രിസ്ത്യാനിയായിട്ടിരിക്കുന്നവൻ നാൾക്ക് ക്രിസ്ത്യാനി ഹിന്ദുക്കളെ നീയൊക്കെ സ്കൂളുകൾ വെക്കും, കഴുത്തറക്കും ഫീസ് മേടിക്കും. ഹോസ്പിറ്റലുകൾ പണിതിട്ടു, കഴുത്തറുത്ത് കാശ് മേടിക്കും.
നീ ഹിന്ദുക്കൾക്കെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചികിത്സിക്കാൻ നീ ഫ്രീ ആയിട്ട് ചികിത്സിപ്പിക്കുന്നോ? എടാ, നീ ഹിന്ദുക്കളെ ഫ്രീ ആയിട്ട് വല്ലതും ചികിത്സിപ്പിക്കുന്നോ? അല്ല, നീ ഹിന്ദുക്കളെ ഫ്രീ ആയിട്ട് വല്ലതും പഠിപ്പിക്കുന്നോ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ കൊടുത്ത സംഭാവനയൊന്നും നീ ഒന്നും വിവരിക്കാൻ പോകണ്ട. നീയൊക്കെ അവരുടെ അസ്ഥിവാരം തോണ്ടിയെടുത്ത് ഏക്കർ കണക്ക് സ്ഥലങ്ങളൊക്കെ പിടിച്ചിട്ടു. അത്രയേ ചെയ്തോളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പോവാണേ. പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ വരാം.